സഹകാരി റേസ് പ്ലസിലെ എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും SCRT സീരീസിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് നമ്മുടെ 8ാം ക്ലാസ്സിലെ 7ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള മാധ്യമങ്ങളും സാമൂഹിക പ്രതിഫലനങ്ങളും എന്നുള്ള ചാപ്റ്ററാണ് നമ്മൾ ഇന്ന് നോക്കാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ എന്ത് ചെയ്യാം, ക്ലാസ്സിലേക്ക് കടക്കാം. ഓക്കെ, നമുക്ക് ആദ്യം തന്നെ ഈ ഒരു ഇതിൽ പറയുന്നത് എന്താണ് മാസ് മീഡിയ എന്നുള്ളതാണ്. മാസ് മീഡിയ അല്ലെങ്കിൽ ബഹുജന മാധ്യമങ്ങൾ. നോക്കിക്കേടാ, ഇവിടെ കുറച്ച് പിക്ചേഴ്സ് ഉണ്ട്, പത്രമുണ്ട്, അതുപോലെ തന്നെ ടെലിവിഷൻ ഉണ്ട്, ഇന്റർനെറ്റ് ഉണ്ട്. ഇതൊക്കെയാണ് എന്ത് മാസ് മീഡിയ അല്ലെങ്കിൽ ബഹുജന മാധ്യമങ്ങൾ എന്ന് പറയുന്നത്. ഇനി എന്താണ് ഈ ബഹുജന മാധ്യമങ്ങൾ? നോക്കിക്കേ, ആശയവിനിമയത്തിനായി വിവിധ രീതികൾ മനുഷ്യർ ഉപയോഗിച്ചു വരുന്നു. നിരവധി ആളുകളിലേക്ക് ഒരേ സമയം ആശയവിനിമയം നടത്താൻ നിരവധി ആളുകളിലേക്ക് ഒരേ സമയം ആശയവിനിമയം നടത്താൻ കഴിയുന്ന വിവിധ രൂപങ്ങളാണ് മാസ് മീഡിയ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മളിപ്പോൾ പത്രങ്ങൾ എടുക്കുകയാണെങ്കിൽ എന്താണ്, ഒരേ സമയം എന്ത് ചെയ്യുന്നു, ഒരുപാട് ആളുകളിലേക്ക് ആശയവിനിമയം നടത്താനായിട്ട് സാധിക്കുന്നു അല്ലെ. ടെലിവിഷന്റെ കാര്യം എടുത്താൽ, ഇപ്പം ഇന്റർനെറ്റിന്റെ കാര്യം എടുക്കുകയാണല്ലേ, ഇപ്പം എന്താണ്, ഇന്റർനെറ്റ് വലുതായി വരികയാണ്, സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് ഉണ്ട്. അപ്പോൾ എന്താണ്, നമുക്ക് ഒരേ സമയം ഒരുപാട് ആളുകളിലേക്ക് എന്താണ് ആശയവിനിമയം നടത്താനായിട്ട് സാധിക്കുന്നു. അത് തന്നെയാണ് മാസ് മീഡിയ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു പോയിന്റിൽ നിന്ന് നിങ്ങൾ മാസ് മീഡിയ എന്താണെന്നുള്ളത് പഠിച്ചല്ലോ. അടുത്ത് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് മാധ്യമങ്ങളുടെ വിവിധ രൂപങ്ങളെ പറ്റിയിട്ടാണ് അല്ലെ, വിവിധ രൂപങ്ങളിലുള്ള മാധ്യമങ്ങളെ പറ്റിയിട്ടാണ്. അതിനു മുമ്പ് എന്താണ്, സാമൂഹിക ബന്ധങ്ങൾ രൂപപ്പെടുത്തുന്നതിനും അതുപോലെ തന്നെ വ്യക്തികളും സമൂഹവുമായിട്ടുള്ള ഒരു ബന്ധം ദൃഢപ്പെടുത്തുന്നതിനും എന്താണ് നമ്മൾ ഈ മാധ്യമങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, സഹായിക്കുന്നുണ്ട്. സോഷ്യൽ ഇന്ററാക്ഷൻ എന്ത് ചെയ്യുന്നുണ്ട്, കൂട്ടുന്നുണ്ട് അല്ലെ. ഇനി എന്തൊക്കെയാണ് മാധ്യമങ്ങളുടെ വിവിധ രൂപങ്ങൾ എന്നുള്ളത് നമുക്ക് നോക്കി നോക്കാം. ആദ്യം തന്നെ എന്താണ്, പ്രിന്റ് മീഡിയ ഉണ്ട്, അതുപോലെ തന്നെ ഡിജിറ്റൽ മീഡിയ ഉണ്ട്, ബ്രോഡ്കാസ്റ്റ് മീഡിയ ഉണ്ട്. ഇതൊക്കെയാണ് മാധ്യമങ്ങളുടെ വിവിധ രൂപങ്ങൾ എന്ന് പറയുന്നത്. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഓക്കെ, നോക്കിക്കേ, ആദ്യം തന്നെ പ്രിന്റ് മീഡിയ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് എന്തൊക്കെയാണ് വരുന്നത്? പത്രം വരും, മാസികകൾ വരും, അതുപോലെ തന്നെ പുസ്തകങ്ങൾ. ഇതൊക്കെയാണ് പ്രിന്റ് മീഡിയ എന്ന് പറയുന്നത്. ഇനി നോക്കിക്കേ, ഇന്ന് നമ്മൾ ജീവിക്കുന്നത് ഡിജിറ്റൽ യുഗത്തിലാണല്ലേ. പക്ഷേ ഈ ഒരു ഡിജിറ്റൽ യുഗത്തിലും നമ്മൾ പത്രം വായിക്കാറുണ്ട്, അതുപോലെ തന്നെ മാസികകൾ ഇപ്പോഴും ഉണ്ട് അല്ലെ. ഇങ്ങനെയുള്ള പ്രിന്റ് മീഡിയാസ് ഇപ്പോഴും എന്താണ്, നിലവിൽ ഉണ്ട്. ഇനി നോക്കിക്കേ, ഇവ സമഗ്രമായി വാർത്തകളും ഫീച്ചറുകളും സാഹിത്യ സൃഷ്ടികളും എന്ത് ചെയ്യുന്നു, സമൂഹത്തിന് നൽകുന്നു. ഇനി എന്താണ്, വിശ്വസനീയമായതും ആഴത്തിലുള്ളതുമായ വായനാ അനുഭവം എന്ത് ചെയ്യുന്നു, ഈ അച്ചടി മാധ്യമങ്ങളിലൂടെ നമുക്ക് ലഭിക്കുന്നു. ഒരു പക്ഷേ നമ്മുടെ എന്താണ് ബ്രോഡ്കാസ്റ്റിംഗ് മീഡിയാസ് അല്ലെങ്കിൽ ഡിജിറ്റൽ പ്ലാറ്റ്ഫോംസ്, ഡിജിറ്റൽ മീഡിയാസിനെക്കാളും ഉപരി എന്താണ് കുറച്ചുകൂടെ വിശ്വസനീയമായി അതുപോലെ തന്നെ കുറച്ചുകൂടെ എന്താണ് നല്ലൊരു വായന അനുഭവമൊക്കെ നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്നു, ഈ ഒരു അച്ചടി മാധ്യമങ്ങളിലൂടെ ലഭിക്കുന്നു. ഇനി ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താണ്, ഇവ എന്താണ് പുനർവായനയ്ക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഉപകരിക്കുന്നു. പുനർവായനയ്ക്ക് നമുക്ക് ഇത് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ഇവിടുത്തെ വേറൊരു പ്രത്യേകത, അച്ചടി മാധ്യമങ്ങളിൽ നിന്നും വായനക്കാരിലേക്ക് മാത്രമേ ആശയവിനിമയം സാധ്യമാകുകയുള്ളൂ. അതൊരു വൺ വേ പ്രോസസ് ആണ്. ഓക്കെ, വൺ വേ ആണ്. അതായത് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പം നമ്മൾ പത്രം വായിക്കുന്നു. ഈ പത്രം വായിക്കുമ്പോൾ അതെന്താണ്, വായനക്കാരിലേക്ക് മാത്രമേ എത്തുന്നുള്ളൂ. നമുക്ക് തിരിച്ച് പത്രത്തിനോട് സംസാരിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ അതെന്താണ്, ഒരു വശത്തേക്ക് മാത്രമുള്ള കമ്മ്യൂണിക്കേഷൻ ആണ് നടക്കുന്നത്. അതാണ് ഇവിടെ പറയുന്നത്, എന്താണ്, അച്ചടി മാധ്യമങ്ങളിൽ നിന്നും വായനക്കാരിലേക്ക് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റൂ, ആശയവിനിമയം സാധ്യമാകുകയുള്ളൂ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേടാ, ക്ലിയർ അല്ലേ? അതാണ് ഈ ഒരു ഏരിയയിൽ നിന്ന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്. അടുത്തെന്ന് പറയുന്നത് പ്രക്ഷേപണ മാധ്യമങ്ങൾ അല്ലെങ്കിൽ ബ്രോഡ്കാസ്റ്റിംഗ് മീഡിയ എന്ന് പറയും. നമ്മുടെ വീട്ടിലുള്ള ടിവിയും റേഡിയോ ഒക്കെ എന്താണ്, ബ്രോഡ്കാസ്റ്റിംഗ് മീഡിയാസ് ആണ്. ഇവിടെ നോക്കിക്കേ, ഒരു പ്രക്ഷേപണ നിലയം ഉണ്ടാവും, പിന്നെ എന്താണ്, ട്രാൻസ്മിറ്റർ റിസീവർ ഡേറ്റ അപ്ലോഡ് ചെയ്യുന്നു, പിന്നെ ഒരു ഉപഗ്രഹം ഉണ്ടാവും, അവിടെ നിന്ന് ഡേറ്റ എന്ത് ചെയ്യുന്നു, ഡൗൺലോഡ് ചെയ്യുന്നു, എന്താണ് DTH റിസീവർ പോലുള്ളതിലൂടെ എന്ത് ചെയ്യുന്നു, TV നമുക്ക് കാണാനായിട്ട് പറ്റുന്നു. റേഡിയോയിലും ഈ സെയിം ഇതിനായിരിക്കും സംഭവിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ളതിനെയാണ് നമ്മൾ ബ്രോഡ്കാസ്റ്റിംഗ് മീഡിയാസ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ ആണ് നമ്മൾ ടെലിവിഷനും റേഡിയോ ഒക്കെ പറഞ്ഞത്. ഇനി പ്രക്ഷേപണ മാധ്യമങ്ങൾ വഴി എന്താണ് പരിപാടികൾ പ്രക്ഷേപണം ചെയ്യുന്നതിനെ സൂചിപ്പിക്കുന്ന ചിത്രമാണ് മുകളിൽ കൊടുത്തിരിക്കുന്നത്. ടെലിവിഷൻ നോക്കിക്കേ, റേഡിയോ അതുപോലെ തന്നെ ടെലിവിഷൻ എന്നിവ പോലുള്ള എന്താണ് പ്രക്ഷേപണ മാധ്യമങ്ങളാണ്, ബ്രോഡ്കാസ്റ്റിംഗ് മീഡിയാസ് ആണ്. അതൊരു പോയിന്റ് മനസ്സിലാക്കി വെക്കുക. പിന്നെ എന്താണ്, വലിയൊരു വിഭാഗം ജനങ്ങളിലേക്ക് ഒരേ സമയം ആശയങ്ങൾ എത്തിക്കുന്നു. നമ്മൾ നേരത്തെ അച്ചടി മാധ്യമങ്ങളെ പറഞ്ഞതുപോലെ തന്നെ ഇത് ഒരു മാസ് മീഡിയ ആണ് അല്ലേ. അതായത് ഒരേ സമയം തന്നെ ഒരുപാട് ആളുകളിലേക്ക് ആശയം എത്തിക്കാനായിട്ട് ബ്രോഡ്കാസ്റ്റിംഗ് മീഡിയാസിനെ എന്ത് ചെയ്യുന്നുണ്ട്, സഹായിക്കുന്നുണ്ട്. ഇനി അച്ചടി മാധ്യമങ്ങളിൽ നമ്മൾ ഒരു പോയിന്റ് പറഞ്ഞു, അതൊരു വൺ വേ കമ്മ്യൂണിക്കേഷൻ ആണെന്ന് പറഞ്ഞു. അതായത് നേരെ വായനക്കാരിലേക്ക് മാത്രമേ ആ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നുള്ളൂ എന്ന് പറഞ്ഞു. അതുപോലെ തന്നെയാണ് ബ്രോഡ്കാസ്റ്റിംഗ് മീഡിയാസിന്റെയും കാര്യം. ഇവിടെ എന്താണ്, വൺ വേ ആണ്. നമ്മൾ TV കാണുന്നു അല്ലെ, TV കാണുമ്പോൾ ആ ഒരു ഇൻഫർമേഷൻ നമ്മളിലേക്ക് എത്തുന്നു. പക്ഷെ തിരിച്ച് നമ്മുടെ അഭിപ്രായങ്ങൾ പറയാനോ നമുക്ക് ചർച്ച ചെയ്യാനോ അവിടെ സാധിക്കുന്നുണ്ടോ? അതായത് ഒരു 2 വേ കമ്മ്യൂണിക്കേഷൻ അവിടെ നടക്കുന്നുണ്ടോ? ഇല്ല. അപ്പോൾ ബ്രോഡ്കാസ്റ്റ് മീഡിയയിൽ എന്താണ്, ഒരു 1 വേ കമ്മ്യൂണിക്കേഷൻ ആണ് നടക്കുന്നത്. അതൊന്ന് ഓർത്ത് വെച്ചിരിക്കുക. എന്താണ്,
ഇതിൽ ആശയവിനിമയം എന്താണ്, ഒരു ദിശയിൽ മാത്രമേ സാധ്യമാകുന്നുള്ളൂ, ഒരു ദിശയിൽ മാത്രമാണ് ഇതിലും ആശയവിനിമയം നടക്കുന്നത്. അതാണ് ഇവിടുത്തെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് പോയിന്റ്. പിന്നെ പ്രക്ഷേപണ പരിപാടികളുടെ അഭിപ്രായം രേഖപ്പെടുത്താൻ കാലതാമസം നേരിടുന്നു. ഇപ്പൊ നമ്മൾ TV-യിൽ ഒരു ഇത് കണ്ടു കഴിഞ്ഞാൽ തന്നെ അതിന്റെ അഭിപ്രായം നമുക്ക് അറിയിക്കാൻ വേണ്ടി കാലതാമസം എടുക്കും, അപ്പം തന്നെ നമുക്കതിന് സാധിക്കില്ല. ഓക്കെ, മനസ്സിലായല്ലോ. ഇനി അതുപോലെ തന്നെ വാർത്തകൾ, സംഗീതം, ചർച്ചകൾ, സംവാദങ്ങൾ, കായിക വിനോദം ഇതൊക്കെയാണ് നമുക്ക് ഈ ഒരു പ്രക്ഷേപണ ബ്രോഡ്കാസ്റ്റിംഗ് മീഡിയയിൽ പ്രധാനമായിട്ടും കാണാനായിട്ട് സാധിക്കുന്നത്. ഇനി അടുത്തതാണ് ഡിജിറ്റൽ മീഡിയ അല്ലെ. ഡിജിറ്റൽ മീഡിയ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പരിചിതമായിട്ടുള്ള ഒന്നാണ് ഡിജിറ്റൽ മീഡിയ എന്ന് പറയുന്നത് അല്ലെ. ഇന്റർനെറ്റിന്റെ വരവോടുകൂടി ഡിജിറ്റൽ മീഡിയയുടെ ആ ഒരു യുഗം തന്നെ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ഇന്റർനെറ്റിന്റെ വരവോടുകൂടി എന്താണ് വിപ്ലവകരമായ പല മാറ്റങ്ങൾ ഉണ്ടാവുകയും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് നിലവിൽ വന്നു. വെബ്സൈറ്റുകൾ, ഓൺലൈൻ വാർത്തകൾ, ബ്ലോഗ് അല്ലെ, നമുക്ക് നമ്മുടെ അഭിപ്രായങ്ങൾ എഴുതിയിടാനും നമ്മുടേതായിട്ടുള്ള കവിത എഴുതാനും കഥ എഴുതാനും ഒക്കെ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് പ്ലാറ്റ്ഫോംസ്, എല്ലാത്തിനും ഉപരി നമുക്ക് നമ്മുടെ അഭിപ്രായങ്ങൾ അറിയിക്കാനൊക്കെ തക്കത്തിന് സാധിക്കാനായിട്ട് തുടങ്ങി. അത് മാത്രമല്ല ഇപ്പം ഒരു ന്യൂസ് ആണെങ്കിൽ പോലും വാർത്തകൾ പോലും ഞൊടിയിട നേരത്തിൽ ബ്രോഡ്കാസ്റ്റിംഗ് മീഡിയയും പ്രിന്റ് മീഡിയ ഒക്കെ അതിലൂടെ കിട്ടുന്നതിനെക്കാട്ടി എത്രയോ വേഗത്തിൽ നമുക്ക് എന്ത് ചെയ്യാം, ഞൊടിയിട നേരത്തിൽ നമുക്ക് അറിയാനും ഒക്കെ ഡിജിറ്റൽ മീഡിയയിലൂടെയാണ് സാധിക്കുന്നത് അല്ലെ. ഇത് എന്തുകൊണ്ടാണ് സാധ്യമായത്? ഇന്റർനെറ്റ് പോലുള്ള ഇതിന്റെ വരവോടുകൂടിയാണ് ഡിജിറ്റൽ മീഡിയയ്ക്ക് ഇത്രയും വലിയൊരു ഇമ്പോർട്ടൻസ് വന്നത്. ഇനി നോക്കിക്കേടാ, തത്സമയ വിവരങ്ങൾ ജനങ്ങളിലേക്ക് എത്താനായിട്ട് എന്ത് സഹായിക്കുന്നുണ്ട്? ഈ ഒരു ഡിജിറ്റൽ മീഡിയയിലൂടെ സഹായിക്കുന്നുണ്ട്. മാത്രമല്ല സോഷ്യൽ ഇന്ററാക്ഷൻ പോസിബിൾ ആണ്. നമ്മൾ ഈ നേരത്തെ പറഞ്ഞ ബ്രോഡ്കാസ്റ്റിംഗ് മീഡിയയും അതുപോലെ തന്നെ പ്രിന്റ് മീഡിയ അപേക്ഷിച്ച് കുറച്ചുകൂടി സോഷ്യൽ ഇന്ററാക്ഷൻ നടക്കുന്നത് എവിടെയാണ്? അത് ഡിജിറ്റൽ മീഡിയയിലാണ്. നോക്കിക്കേ, സോഷ്യൽ ഇന്ററാക്ഷൻ, പാരസ്പര്യം അല്ലെങ്കിൽ സോഷ്യൽ ഇന്ററാക്ഷൻ എന്ത് ചെയ്തു? വർദ്ധിച്ചു. അതുപോലെ തന്നെ വിവരങ്ങളുടെ ഉള്ളടക്കം പങ്കിടാനും ചർച്ച ചെയ്യാനും എന്ത് ചെയ്യും? നമുക്ക് ചർച്ച ചെയ്യാനുള്ള അവസരങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ അഭിപ്രായങ്ങൾ അറിയിക്കാനും ബ്രോഡ്കാസ്റ്റിംഗ് മീഡിയാസിലൂടെ സാധിക്കും. സാമൂഹിക മാധ്യമങ്ങൾ ആധുനിക ജീവിതത്തിന്റെ അവിഭാജ്യ ഘടകങ്ങളായി മാറിയിരിക്കുന്നു. അതുപോലെ തന്നെ വ്യക്തിയാന്തര ബന്ധങ്ങൾ, ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ്. എന്താണ് ഈ ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ്? അതായത് നമുക്ക് നമുക്ക് ചുറ്റുപാടുള്ള ആളുകളുമായിട്ടുള്ള നമ്മുടെ റിലേഷൻഷിപ്പ്, വ്യക്തിയാന്തര ബന്ധങ്ങൾ, വ്യക്തികൾ തമ്മിലുള്ള ബന്ധങ്ങൾ എന്ത് ചെയ്യാൻ തുടങ്ങി? ഈ ഒരു ഡിജിറ്റൽ മീഡിയ വന്നതോടുകൂടി എന്ത് ചെയ്യാൻ വർദ്ധിക്കാൻ തുടങ്ങി അല്ലെ. നമുക്ക് കൂടുതലായിട്ട് ആളുകളോട് സംസാരിക്കാനും അറിയാനും കമ്മ്യൂണിക്കേഷൻ കുറച്ചുകൂടെ ഈസി ആവാൻ തുടങ്ങി. സോഷ്യൽ ഇന്ററാക്ഷൻസ് കൂടുതൽ നടക്കുന്നത് എവിടെയാണ്? ഡിജിറ്റൽ മീഡിയയിലൂടെയാണ്. ഓക്കെ അല്ലേടാ, സോഷ്യൽ ഇന്ററാക്ഷൻസ് വർദ്ധിച്ചതും അതിന് കാരണം എന്താണ്? ഡിജിറ്റൽ മീഡിയയുടെ വരവ് കാരണമാണ്. ഓക്കെ അല്ലേ, മനസ്സിലായല്ലോ? ഇവിടെ ഇത്രയും കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ. പിന്നെ എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത്? അടുത്ത നമ്മൾ നോക്കുകയാണെങ്കിൽ സാമൂഹിക കൂട്ടായ്മകൾ അല്ലെ, സാമൂഹിക ബന്ധങ്ങൾ. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്. സോഷ്യൽ ഇന്ററാക്ഷൻ കൂടുന്നു, അതുകൊണ്ട് തന്നെ സാമൂഹിക ബന്ധങ്ങൾ, അതുപോലെ തന്നെ സാമൂഹിക കൂട്ടായ്മകൾ, ഇതൊക്കെ ഈ ഒരു ഇന്ററാക്ഷൻ എന്ത് ചെയ്യുന്നു? കുറച്ചുകൂടെ നല്ല രീതിയിൽ നടക്കുന്നു. മാത്രമല്ല പൊതുജന അഭിപ്രായങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അപ്പം തന്നെ ഇപ്പൊ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ സ്വാധീനിക്കുന്നു അല്ലെ പ്രോത്സാഹിപ്പിക്കുന്നു, നമുക്ക് നമ്മുടെ അഭിപ്രായങ്ങൾ അപ്പം തന്നെ പറയാനായിട്ട് സാധിക്കും. അതാണ് അടുത്തൊരു പോയിന്റ്. ഇനി അച്ചടി മാധ്യമങ്ങളും പ്രക്ഷേപണ മാധ്യമങ്ങളും. ഇവിടെ ഒരു കാര്യം ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോട്ട് ചെയ്യുക. അച്ചടി മാധ്യമങ്ങളും പ്രക്ഷേപണ മാധ്യമങ്ങളും പരമ്പരാഗത മാധ്യമങ്ങളാണ്. പരമ്പരാഗത മാധ്യമങ്ങളാണ്, പണ്ട് തൊട്ടേ ഉള്ളതാണ് അല്ലെ. അച്ചടി മാധ്യമങ്ങളും നമ്മൾ രണ്ടാമത് പഠിച്ച ബ്രോഡ്കാസ്റ്റിംഗ് മീഡിയ പരമ്പരാഗതമായിട്ടുള്ള മാധ്യമങ്ങളാണ്. അതേസമയം ഏകദേശ വിനിമയം സാധ്യമാകുന്നത് ഏകദേശ വിനിമയം സാധ്യമാകുന്നാൽ ഇവ ഏകദിശയിലായി ആണ് ഇവയ്ക്ക് ഈ ഒരു വിനിമയം സാധ്യമായി. ഏകദിശ എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു, വൺ വേ പ്രോസസ് ആണ്. നമുക്ക് ഇവർക്ക് വായനക്കാരിലേക്ക് എത്തിക്കുക അല്ലെങ്കിൽ ആ ഒരു പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ മാത്രമേ സാധിക്കൂ. തിരിച്ചൊരു കമ്മ്യൂണിക്കേഷൻ അവിടെ നടക്കുന്നുണ്ടോ, അതുകൊണ്ടാണ് ഏകദിശയിൽ എന്ന് പറയുന്നത്. എന്നാൽ ഡിജിറ്റൽ മാധ്യമങ്ങൾ, സാമൂഹിക മാധ്യമങ്ങൾ ഇതൊക്കെ നവമാധ്യമങ്ങളാണ്. നോട്ട് ചെയ്യുക. മറ്റേത് പരമ്പരാഗത മാധ്യമങ്ങളാണ്. അതേസമയം നമ്മൾ ഡിജിറ്റൽ മാധ്യമങ്ങൾ, അതുപോലെ തന്നെ സാമൂഹിക മാധ്യമങ്ങൾ, സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ നവമാധ്യമങ്ങളാണ്. പുതുതായിട്ട് വന്നതല്ലേ, നവമാധ്യമങ്ങളാണ് ഇവയൊക്കെ എന്ന് പറയുന്നത്. ഇവ ഇരു ദിശയിലേക്കും സുഗമമായിട്ട് എന്ത് ചെയ്യുന്നു? ആ ഒരു പാരസ്പര്യം സാധ്യമാക്കുന്നു. ഇരു ദിശയിലേക്കും എന്ത് ചെയ്യുന്നു? ആ ഒരു കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ആ ഒരു സോഷ്യൽ ഇന്ററാക്ഷൻ അവിടെ നടക്കുന്നു. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ബ്രോഡ്കാസ്റ്റിംഗ് മീഡിയ, പ്രിന്റ് മീഡിയ, ഡിജിറ്റൽ മീഡിയ ഇതൊക്കെ മനസ്സിലായല്ലോ. ഇതിലൊക്കെ എന്തൊക്കെ അഡ്വാൻറ്റേജ് ആണെന്നൊക്കെയുള്ള മനസ്സിലായല്ലോ. അടുത്തിനി പറയുന്നത് മാധ്യമങ്ങളുടെ വിവിധ രൂപങ്ങൾ. നമ്മളിപ്പോൾ പഠിച്ച കാര്യം തന്നെയാണ്. ഓക്കെ, പരമ്പരാഗത മാധ്യമങ്ങൾ അതുപോലെ തന്നെ നവമാധ്യമങ്ങൾ. ഓക്കെ, പഠിച്ചതാണ് അല്ലെ, പരമ്പരാഗത മാധ്യമങ്ങളും നവമാധ്യമങ്ങളും. ഇനി നോക്കിക്കേ, അതിൽ പരമ്പരാഗത മാധ്യമങ്ങളിൽ ഏതൊക്കെയാണ് വരുന്നത്? അച്ചടി മാധ്യമങ്ങളുടെ കാര്യം ഞാൻ പറഞ്ഞു. ബ്രോഡ്കാസ്റ്റ് മീഡിയ ഏതിനകത്താണ് വരുന്നത്? പരമ്പരാഗത മാധ്യമങ്ങൾക്കകത്താണ് വരുന്നത്. നോക്കിക്കേ, അച്ചടി മാധ്യമങ്ങൾ എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇനി ഇത് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമുണ്ട്. എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് അറിയാം. പത്രം, പുസ്തകം, മാസിക, ഇതൊക്കെയാണ് അച്ചടി മാധ്യമങ്ങൾ എന്ന് പറയുന്നത്. അതേസമയം പ്രക്ഷേപണ മാധ്യമങ്ങൾ അല്ലെങ്കിൽ ബ്രോഡ്കാസ്റ്റിംഗ്
മീഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെയാണ്? നമ്മുടെ റേഡിയോ, ടെലിവിഷൻ, ഇതൊക്കെയാണ് എന്താണ് പ്രക്ഷേപണ മാധ്യമങ്ങൾ. ഇതൊക്കെ എന്താണ്? പരമ്പരാഗത മാധ്യമങ്ങളാണ്. അടുത്ത നവമാധ്യമങ്ങൾ എന്ന് പറയുമ്പോൾ എന്താണ്? ഡിജിറ്റൽ മാധ്യമങ്ങളാണ്. ഡിജിറ്റൽ മാധ്യമങ്ങൾ അതായത് വെബ്സൈറ്റ്, ഓൺലൈൻ പത്രങ്ങൾ, ബ്ലോഗുകൾ. നമുക്കിപ്പോൾ ബ്ലോഗ് എഴുതാൻ പറ്റും അല്ലേ? നമ്മുടെ ആശയങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം? ബ്ലോഗുകളായിട്ട് എഴുതാം. അപ്പോൾ ഇതൊക്കെ എന്താണ്? ഡിജിറ്റൽ മാധ്യമങ്ങളാണ്. അതേപോലെ തന്നെ സോഷ്യൽ മീഡിയ അല്ലെ, എന്താണ് സാമൂഹിക മാധ്യമങ്ങളുണ്ട്. നമുക്ക് ഫോട്ടോ, വീഡിയോ പങ്കുവെക്കാൻ പറ്റുന്ന എന്താണ് പ്ലാറ്റ്ഫോമുകൾ ഇന്ന് എന്താണ് ഒരുപാടുണ്ടല്ലോ. ഓൺലൈൻ ചർച്ച ഫോറങ്ങൾ ഇന്ന് അവൈലബിൾ ആണ്. വാട്സപ്പ്, ഇൻസ്റ്റഗ്രാം അല്ലെ, ഫേസ്ബുക്ക് പോലുള്ളതൊക്കെ നമുക്ക് ഇന്ന് അവൈലബിൾ. ഇതൊക്കെ എന്താണ്? നവമാധ്യമങ്ങൾ ആണ്. ഓക്കെ, ഇത് ക്ലിയർ ആണല്ലോ. അടുത്ത നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് ഇതിൻ്റെ ഓരോത്തിൻ്റെ പ്രത്യേകതകളാണ്. ഓക്കെ, പരമ്പരാഗത മാധ്യമങ്ങളിലും അതുപോലെ തന്നെ എന്താണ് നവമാധ്യമങ്ങളിലുള്ള പ്രത്യേകതകൾ എന്തൊക്കെയാണ് നമുക്ക് ജസ്റ്റ് ഒന്ന് ഒട്ടിച്ച് വായിക്കാം. ഓക്കെ, ആശയവിനിമയം പരമ്പരാഗത മാധ്യമങ്ങളിൽ എങ്ങനെയാണ്? ഏകദിശയിൽ, ഞാൻ നേരത്തെ പറഞ്ഞതാണ്, ഏകദിശയിലായിരിക്കും ആശയവിനിമയം നടക്കുന്നത്. അതായത് വിനിമയം ചെയ്യുന്നവരിൽ നിന്ന് എന്ത് ചെയ്യുന്നു? സ്വീകർത്താക്കളിലേക്ക്. അതിപ്പോൾ പ്രിന്റ് മീഡിയ ആണെങ്കിൽ എന്താണ്? വായനക്കാരിലേക്ക് അത് എത്തുന്നു. അതേസമയം ബ്രോഡ്കാസ്റ്റിംഗ് ആണെങ്കിൽ അത് കാണുന്ന ആൾക്കാർ, പ്രേക്ഷകരിലേക്ക് അത് എത്തുന്നു. ഓക്കെ അല്ലേടാ? അവിടെ ഒരു വേ അല്ലെങ്കിൽ ഏകദിശയിൽ മാത്രമേ ആ ഒരു കമ്മ്യൂണിക്കേഷൻ നടക്കുന്നുള്ളൂ. ഓക്കെ ആണല്ലോ. അതേസമയം നവമാധ്യമങ്ങളിൽ എങ്ങനെയായിരിക്കും കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത്? ഇരുദിശയിൽ. ഓക്കെ, ഇവിടെ എന്താണ്? ഇരുദിശയിൽ. ഇവിടെ എന്താണ്? ഏകദിശയിൽ, ഇരുദിശയിൽ. അത് എക്സ്പ്ലെയിൻ ചെയ്യുന്ന കാര്യമല്ല, ഞാൻ ഒരുപാട് വട്ടം പറഞ്ഞതാണ്. ഇനി എന്താണ് ഇവിടുത്തെ പാരസ്പര്യം അല്ലേ? പാരസ്പര്യം പരിമിതമാണ്. ഇവിടെ ഇന്ററാക്ഷൻ എങ്ങനെയാണ്? നമുക്ക് കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ഇന്ററാക്ഷൻ എങ്ങനെയാണ്? കുറവാണല്ലോ, ഇല്ലാന്ന് തന്നെ പറയാം. അതേസമയം അല്ലെങ്കിൽ ഇപ്പം ബ്രോഡ്കാസ്റ്റിംഗ് മീഡിയ ഒക്കെ ആണെങ്കിലും നമുക്കൊരു ഇന്ററാക്ഷൻ പോസിബിൾ ആവണമെങ്കിൽ പിന്നെ ഒരുപാട് നാൾ കഴിഞ്ഞ ശേഷം അത് നടക്കത്തുള്ളൂ. പാരസ്പര്യം ഇവിടെ എന്താണ്? പരിമിതമാണ്. അടുത്തെന്ന് പറഞ്ഞ നവമാധ്യമങ്ങളുടെ കേസ് വരുമ്പോൾ ഉയർന്ന രീതിയിലുള്ള പാരസ്പര്യതയും പങ്കെടുക്കലും ഒക്കെ ഇവിടെ ഉണ്ട്. എന്താണ്? നമുക്ക് നമ്മുടെ അഭിപ്രായങ്ങൾ എന്താണ് രേഖപ്പെടുത്താനും അല്ലെ ഫോറം പോലുള്ള ഇതൊക്കെ ഉണ്ട്. നമുക്ക് എന്ത് ചെയ്യാം? ഇതിനൊക്കെ ബ്ലോഗ്, നമുക്ക് നമ്മുടെ ആശയങ്ങൾ പങ്കുവയ്ക്കാം. ഇതിനൊക്കെയുള്ള സൗകര്യങ്ങൾ ഇവിടെ ഉണ്ട്, നവമാധ്യമങ്ങളിൽ ഉണ്ട്. ഇനി രൂപം നോക്കിക്കേ, ഭൗതിക രൂപമാണ് അല്ലെ. പത്രം, റേഡിയോ ഒക്കെ നമ്മുടെ കയ്യിൽ കിട്ടത്തില്ലേടെ? ടെലിവിഷൻ കാണാൻ പറ്റും. അതുപോലെ തന്നെ പത്രവും മാസികയൊക്കെ നമ്മുടെ കയ്യിൽ കിട്ടും. പക്ഷേ ഡിജിറ്റൽ രൂപത്തിലുള്ള എന്തെങ്കിലും അതുപോലെ നമ്മുടെ കയ്യിൽ ഇതാവോ? ഇല്ല. അതൊക്കെ എന്താണ്? ഇന്റർനെറ്റ് സൗകര്യമുള്ള ഉപകരണങ്ങളിൽ മാത്രമേ നമുക്ക് അല്ലെ കമ്പ്യൂട്ടർ അല്ലെങ്കിൽ നമ്മുടെ ഫോൺ അല്ലെ മൊബൈൽ ഫോൺ ഇതിലൊക്കെ ആയിരിക്കും നമുക്കത് കാണാനായിട്ട് പറ്റുന്നത്. ഓക്കെ, അടുത്ത് നോക്കിക്കേ, സ്വീകർത്താക്കൾ. ഇനി ആരൊക്കെയാണിത് സ്വീകർത്താക്കൾ? പരിമിതമായ പങ്കാളിത്തം മാത്രമേ എവിടെയുള്ളൂ? നമ്മുടെ ഈ ഒരു പരമ്പരാഗത മാധ്യമങ്ങളിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുകയുള്ളൂ. അതേസമയം നവമാധ്യമങ്ങൾ വരുമ്പോൾ കുറച്ചുകൂടെ ക്രിയാത്മകം എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്കും നമ്മുടെ അഭിപ്രായങ്ങൾ അല്ലെങ്കിൽ നമുക്കും എന്തെങ്കിലുമൊക്കെ നമുക്ക് ബ്ലോഗ് ഒക്കെ ആണെങ്കിൽ എന്താണ്? നമുക്ക് നമ്മുടെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ, ഇപ്പം നമുക്ക് കഥ എഴുതണോ, കവിത എഴുതണോ, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ആശയങ്ങൾ പങ്കുവയ്ക്കണോ, ഇതിനൊക്കെ ഉള്ള ഒരു സൗകര്യങ്ങൾ ബ്ലോഗിലൊക്കെ നമുക്ക് ലഭിക്കും. അതാണ് ക്രിയാത്മകമായിട്ടുള്ള പങ്കാളിത്തം എന്ന് പറയുന്നത്. ഇനി ലഭ്യത എങ്ങനെയാണ്? സ്ഥലകാല പരിമിതി ഉള്ളതിനാൽ എപ്പോഴും ലഭ്യമാകുന്നില്ല. അതേസമയം മറ്റത് എങ്ങനെയാണ്? സ്ഥലകാല പരിമിതി ഇല്ലാതെ അന്തർദേശീയമായും ലഭ്യമാകുന്നു അല്ലെ. നമുക്ക് എവിടെ പോയിരുന്നാലും ഇപ്പോൾ ഒരു കമ്പ്യൂട്ടറോ അല്ലെങ്കിൽ ഒരു ലാപ്ടോപ്പോ അല്ലെങ്കിൽ ഒരു മൊബൈൽ ഫോണോ ഉണ്ടെങ്കിൽ നമുക്ക് എവിടെ പോയിരിക്കാം. ഒരു സ്മാർട്ട് ഫോണോ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എവിടെ പോയിരുന്നാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇത് ആക്സസ് ചെയ്യാനായിട്ട് പറ്റും. മറ്റത് നമുക്കില്ല, അങ്ങനെയില്ല. ഒരു സ്ഥലപരിമിതി, ഇതൊക്കെ അതിൽ എന്തുണ്ട്? അതിലൊരു ആധാരമാണ്. ഓക്കെ അല്ലേടാ? ക്ലിയർ അല്ലേ? ഈ ഒരു ഏരിയ മനസ്സിലായല്ലോ. ഇനി സാമൂഹിക ജീവിതത്തിൽ മാധ്യമങ്ങളുടെ സ്വാധീനം എന്തെന്നാണ് അടുത്ത് പറയുന്നത്. അതായത് മീഡിയ ആൻഡ് സോഷ്യലൈസേഷൻ. അപ്പോൾ നമുക്കറിയാം സോഷ്യലൈസേഷൻ എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ചുറ്റുപാടിൽ നിന്ന് നമ്മൾ പഠിച്ചെടുക്കുന്ന ആ ഒരു ചെറുപ്പം മുതൽ നമ്മൾ പല കാര്യങ്ങളും നമ്മുടെ ചുറ്റുപാടിൽ നിന്ന് പഠിച്ചെടുക്കും അല്ലേ. അതായത് അതൊക്കെ എന്താണ്? നമ്മുടെ അച്ഛനമ്മമാരിൽ നിന്നും പഠിച്ചെടുക്കും, നമുക്ക് ചുറ്റുപാടിലുള്ള ആളുകളിൽ നിന്ന് നമുക്ക് പഠിച്ചെടുക്കും. ഇതൊക്കെ എന്തിലൂടെയാണ് സാധ്യമാകുന്നത്? സോഷ്യലൈസേഷൻ. മറ്റുള്ളവരുമായിട്ട് നമ്മൾ സംസാരിക്കുന്നതിലൂടെയും അവരുമായിട്ടൊരു റിലേഷൻ അല്ലെ, ആ ഒരു ബന്ധം ഇതാവുന്നതിലൂടെയാണ് നമുക്ക് നമ്മൾ മറ്റുള്ളവരിൽ നിന്ന് ആ കാര്യങ്ങൾ പഠിച്ചെടുക്കുന്നത്. എന്തിലൂടെയാണ്? സോഷ്യലൈസേഷനിലൂടെയാണ്. ഓക്കെ, സോഷ്യലൈസേഷൻ അല്ലെങ്കിൽ മലയാളത്തിൽ നമ്മൾ സാമൂഹീകരണം എന്ന് നമ്മൾ മലയാളത്തിൽ പറയും. ഉദാഹരണത്തിന് എന്താണ്? മുതിർന്നവരെ ബഹുമാനിക്കണം എന്ന മൂല്യം നമ്മൾ കുട്ടികളായിരിക്കുമ്പോൾ തന്നെ എന്താണ്? രക്ഷിതാക്കളിൽ നിന്ന് പഠിച്ചെടുക്കുന്നതാണ്. ഇതെല്ലാം നമ്മൾ ആരെങ്കിലും ഒക്കെ കണ്ടോ കേട്ടോ ഒക്കെ പഠിച്ചെടുത്ത കാര്യങ്ങളാണ്. അപ്പോൾ ഈ സോഷ്യലൈസേഷനിൽ എന്താണ് മാധ്യമങ്ങളുടെ പങ്ക് എന്ന് നമുക്ക് നോക്കി നോക്കാം. കുടുംബം, വിദ്യാലയം, അതുപോലെ തന്നെ കൂട്ടുകാർ, മാധ്യമങ്ങൾ അല്ലെ. കുടുംബം, നമ്മുടെ വീട്ടുകാരിൽ നിന്ന് നമ്മൾ കാര്യങ്ങൾ പഠിച്ചെടുക്കും. വിദ്യാലയം, നമ്മൾ സ്കൂളിൽ പോകുമ്പോൾ നമ്മൾ അവിടെ നിന്ന് കുറേ കാര്യങ്ങൾ പഠിച്ചെടുക്കും അല്ലെ. അതുപോലെ നമ്മുടെ കൂട്ടുകാരിൽ നിന്ന് പിന്നീട് നമ്മൾ എന്താണ് ചുറ്റിനുമുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി എടുക്കുന്നതോ പഠിക്കുന്നതൊക്കെ ഏത് വഴിയിലൂടെയാണ്? മാധ്യമങ്ങൾ വഴിയാണ്. ഇപ്പോൾ ഞാൻ പറഞ്ഞ കണക്ക് ഡിജിറ്റൽ മീഡിയ പ്ലാറ്റ്ഫോംസ് വന്നതോടുകൂടി കുറച്ചുകൂടി നമ്മൾ എന്ത് ചെയ്യാൻ തുടങ്ങി? കൂടുതൽ നമ്മൾ ഇപ്പോൾ ഡിപ്പെൻഡ് ചെയ്യുന്നത് ഡിജിറ്റൽ മീഡിയ പ്ലാറ്റ്ഫോംസിൽ. അപ്പോൾ അതിലൂടെയാണ് പല കാര്യങ്ങളും നമ്മൾ അറിയുന്നതും അല്ലെങ്കിൽ നമ്മൾ എന്താണ് മനസ്സിലാക്കുന്നതും അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിലേക്ക് അത് കൊണ്ടുവരുന്നതും ഒക്കെ കൂടുതലും ഇപ്പോൾ എന്താണ് മാധ്യമങ്ങൾ വഴി നടക്കുന്നുണ്ട്. അപ്പോൾ സാമൂഹീകരണ പ്രക്രിയ എന്ത് ചെയ്യുന്നുണ്ട്? മാധ്യമങ്ങൾ സഹായിക്കുന്നുണ്ട്. നോക്കിക്കേണ്ട, സാമൂഹീകരണ പ്രക്രിയയെ സഹായിക്കുന്നു.
ഓക്കെ, അതായത് നമ്മൾ സമൂഹത്തിൽ എങ്ങനെ ഇടപെടണം, എങ്ങനെ ജീവിക്കണം. അപ്പോൾ ഇങ്ങനെയുള്ള, അത് മാത്രമല്ല സോഷ്യൽ ഇൻട്രാക്ഷൻ, അതുപോലെ ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്സ്, ഇതൊക്കെ ബിൽഡ് ചെയ്യാനായിട്ട് ഈ പറയുന്ന മാധ്യമങ്ങൾ സഹായിക്കുന്നുണ്ട്. അടുത്ത മാധ്യമങ്ങളും പൊതുജന അഭിപ്രായ രൂപീകരണവും, അല്ലെ, പൊതുജന അഭിപ്രായ രൂപീകരണം. ഈ നോക്കിക്കേ, കേരള നിയമ പരിഷ്കരണ കമ്മീഷൻ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ക്ഷണിച്ചു. അതായത് എന്താണ്, നമ്മുടെ ഒരു ഡെമോക്രസിയിലാണല്ലേ നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ എന്താണ്, ആ ഒരു പൊതുജനങ്ങളുടെ അഭിപ്രായം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അപ്പോൾ ആ ഒരു നിമിഷം തന്നെ നമുക്ക് ലഭ്യമാകുന്ന എന്തിലൂടെ ആയിരിക്കും, മാധ്യമങ്ങളിലൂടെ ആയിരിക്കും. അതായത് എന്താണ്, തിരഞ്ഞെടുപ്പ് സമയങ്ങളിലും അന്തർദേശീയ നയ രൂപീകരണത്തിലെ മാധ്യമങ്ങളിലൂടെ പൊതുജന അഭിപ്രായം എന്ത് ചെയ്യാറുണ്ട്, രൂപീകരിക്കാറുണ്ട്. അപ്പൊ അതിന് ഹെൽപ്പ് ചെയ്യുന്നതും ആര് ഹെൽപ്പ് ചെയ്യാറുണ്ട്, മാധ്യമങ്ങൾ ഹെൽപ്പ് ചെയ്യാറുണ്ട്. അതായത് എന്തിനൊക്കെ വേണ്ടിയിട്ട്, ജനങ്ങളുടെ അഭിപ്രായ രൂപീകരണത്തിലും ജനസമിതി നേടുന്നതിലും ഒക്കെ മാധ്യമങ്ങൾ എന്ത് ചെയ്യുന്നു, ഒരു ഉപാധിയായിട്ട് വർത്തിക്കുന്നു. ഇനി നമ്മൾ ഇപ്പോൾ പല ന്യൂസ് ചാനൽസിലും, ന്യൂസ് ചാനൽസ് എന്നല്ല, പത്രങ്ങളിലൊക്കെ നമ്മൾ കാണുന്നതാണ്, ചില മാധ്യമങ്ങൾ വരുന്ന പരിപാടികൾ എന്താണ്, പക്ഷപാതപരവും അതുപോലെ തന്നെ എന്താണ്, പ്രതിലോമകരവുമാകാറുണ്ട്. കൃത്യത, വ്യക്തതയും ഇല്ലാത്ത വാർത്തകൾ, അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരു ന്യൂസ് ചാനലിൽ കാണുന്ന വാർത്ത അതിനകത്ത് വേറൊരു വേർഷൻ ആയിരിക്കും വേറൊരു ന്യൂസ് ചാനൽ നമ്മൾ നോക്കുമ്പോൾ കാണാറുള്ളത്. അപ്പോൾ ഇതിലൊരു കൃത്യത, വ്യക്തത ഇല്ലാത്ത രീതിയിലൊക്കെ നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ടാവും, കണ്ടിട്ടുണ്ടാവും. അപ്പോൾ എന്താണ്, സാമൂഹിക മാധ്യമങ്ങളുടെ വളർച്ച ഈ പ്രവണതകൾക്ക് ആക്കം കൂട്ടാറുണ്ട്. അല്ലെ, COVID-19 ഒക്കെ സമയത്ത് ഒരുപാട് ഇത്തരത്തിലുള്ള വ്യാജ വാർത്തകളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഈ പത്രങ്ങളിൽ അല്ലെങ്കിൽ നമ്മുടെ ഈ പറയുന്ന ന്യൂസ് ചാനൽസിലൂടെയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. സത്യത്തിൽ അതെന്താണ്, തെറ്റാണ്. നോക്കിക്കേ, ഈ തെറ്റായ പൊതുജന അഭിപ്രായം രൂപീകരണത്തിന് കാരണമാകുന്നു. ഇത്തരം തെറ്റായ വാർത്തകൾ സൃഷ്ടിക്കുകയും പ്രേരിപ്പിക്കുകയും ചെയ്യുന്നത് വിവര സാങ്കേതിക വിദ്യ നിയമം IT Act 2002 പ്രകാരം ശിക്ഷാർഹമാണ്. നോട്ട് ചെയ്യുക, വെരി വെരി ഇമ്പോർട്ടൻറ്റ് അല്ലേ. നിങ്ങൾക്ക് എപ്പോഴും ചോദിക്കുന്നതാണ്. IT Act 2000, IT Act നിലവിൽ വന്ന എന്നാണ്, 2000 ആണ്. എന്താണ് ഇതിലൂടെ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വ്യാജ വാർത്തകൾ അല്ലെങ്കിൽ ഫാബ്രിക്കേറ്റഡ് ആയിട്ടുള്ള ന്യൂസ് നമ്മൾ പൊതുജനത്തിലേക്ക് എത്തിക്കുമ്പോൾ അവരെന്ത് ചെയ്യും, അവരുടെ അഭിപ്രായം രൂപീകരിക്കുന്നതിൽ എന്ത് വരും, തെറ്റ് വരും അല്ലേ. അപ്പോൾ അതിനെതിരെ അല്ലേ, അത് തെറ്റായിട്ടുള്ളൊരു കാര്യമാണ്. എന്താണ്, അങ്ങനെയുള്ള തെറ്റായ വാർത്തകൾ നമ്മൾ സൃഷ്ടിക്കാനും എന്താണ് പ്രചരിപ്പിക്കാനും അത് ചെയ്യുന്നത് നമ്മുടെ വിവര സാങ്കേതിക നിയമപ്രകാരം അല്ലെ IT Act 2000 പ്രകാരം ശിക്ഷാർഹമാണ്. അതാണ് ഇവിടെ പറയുന്നത്. ഇനി വിവര സാങ്കേതിക നിയമം എന്താണ്, വിദ്യാ നിയമം 2000 IT Act എന്താണെന്നുള്ളത് നമുക്ക് നോക്കി നോക്കാം. എന്താണ്, വിവര വിനിമയ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചോ അവയെ ലക്ഷ്യം വെച്ചോ നടത്തുന്ന കുറ്റകൃത്യങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നതടാ, സൈബർ കുറ്റകൃത്യങ്ങൾ എന്ന് പറയുന്നത്. അതായത് ഈ പറയുന്ന നമ്മുടെ വിവരവിനിമയ സാങ്കേതിക വിദ്യകൾ നമുക്ക് എന്ത് വേണോ യൂസ് ചെയ്ത് നമ്മൾ എന്താണ് അവയെ ലക്ഷ്യം വെച്ചോ അല്ലെങ്കിൽ നമ്മൾ കുറ്റകൃത്യം അതിലൂടെ നടത്തുകയാണെങ്കിൽ അതിന് നമ്മൾ എന്ത് പറയും, സൈബർ കുറ്റകൃത്യങ്ങൾ എന്ന് പറയും. ഇനി കമ്പ്യൂട്ടർ, അതുപോലെ തന്നെ മൊബൈൽ ഫോൺ, ഡിജിറ്റൽ ക്യാമറകൾ തുടങ്ങിയവയാണ് ഇതിലെ ഉപകരണങ്ങൾ. ഇതിൽ യൂസ് ചെയ്യുന്ന കമ്പ്യൂട്ടർ ഉപയോഗിച്ചോ സ്മാർട്ട് ഫോൺ ഉപയോഗിച്ചൊക്കെ ഈ ഡിജിറ്റൽ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നത്. ഇനി എന്താണ്, സൈബർ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നവർക്ക് കർശനമായിട്ടുള്ള നിയമ നടപടികളും ശിക്ഷയും ഉറപ്പാക്കുന്നതിന് പാർലമെന്റ് പാസാക്കിയ, ആരാണ് പാസാക്കിയത്, പാർലമെന്റ്. ഒക്കെ നോട്ട് ചെയ്യുക, പാർലമെന്റ് പാസാക്കിയ നിയമമാണ് വിവര സാങ്കേതിക വിദ്യാ നിയമം 2000. ഓക്കെ, അത് നോട്ട് ചെയ്ത് വെക്കുക. എന്തൊക്കെ കാര്യങ്ങളാണ് ഇവിടെ ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കേണ്ടത്, IT Act 2000 ആണ്. അത് എപ്പോഴാണ് നിലവിൽ വന്നത്, 2000 ആണ്. ആരാണ് പാസാക്കിയത്, പാർലമെന്റ് ആണ് പാസാക്കിയത്. എന്താണ് നമ്മൾ പറഞ്ഞു, ഈ പറഞ്ഞ ആളുകളെ സൈബർ കുറ്റകൃത്യങ്ങൾ അതിനെന്താണ് കർശനമായിട്ടുള്ള നിയമ നടപടികൾ അല്ലെങ്കിൽ ശിക്ഷയൊക്കെ നൽകുന്നതിന് വേണ്ടിയിട്ട് കൊണ്ടുവന്ന ഒരു നിയമമാണ് അല്ലെങ്കിൽ വിവര സാങ്കേതിക വിദ്യാ നിയമമാണ് IT Act 2000 അല്ലെ. IT Act 2000 എന്ന് പറയുന്നത് അത് ആരാണ് പാസ്സാക്കിയത്, പാർലമെന്റ് പാസ്സാക്കിയതാണ്. ഓക്കെ അല്ലേ, ക്ലിയർ അല്ലേ. ഇതൊരു ഇമ്പോർട്ടന്റ് മേഖലയാണ്, പഠിക്കുക. ഓക്കെ, ഇനി നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും, സാമൂഹികമോ രാഷ്ട്രീയമോ അല്ലെങ്കിൽ എന്താണ് പാരിസ്ഥിതികമോ ആയ പ്രശ്നങ്ങൾ പൊതുജനങ്ങൾക്കിടയിൽ എത്തിക്കാൻ സാമൂഹിക മാധ്യമങ്ങൾ അല്ലെങ്കിൽ വെബ്സൈറ്റുകൾ, ഓൺലൈൻ ക്യാമ്പയിനുകൾ, നിങ്ങൾ #ടാഗ്സ് ഒക്കെ കണ്ടിട്ടുണ്ടായിരിക്കും അല്ലേ. എന്തെങ്കിലുമൊക്കെ പ്രശ്നം വരുമ്പോൾ ആൾക്കാർ എന്ത് ചെയ്യും, #ടാഗ്സ് വെച്ച് ആ പ്രശ്നം കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുന്നത്, അതിന് യൂസ് ചെയ്യുന്നതും അതിനും ഈ പറയുന്ന ഡിജിറ്റൽ പ്ലാറ്റ്ഫോംസ് ഒക്കെ എന്ത് ചെയ്യാറുണ്ട്, കൂടുതൽ സഹായിക്കാറുണ്ട്. ഓക്കെ അല്ലേ. ഇനി മാധ്യമവും ഉപഭോഗ സ്വഭാവവും അടുത്ത ഏരിയയാണ്, മാധ്യമങ്ങളും ഉപഭോഗ സ്വഭാവവും. നോക്കിക്കേ, ഭക്ഷ്യവസ്തുക്കളുടെയും പരസ്യങ്ങളുടെയും പാചക പരിപാടികളുടെയും കലവറിയാണ് മാധ്യമങ്ങൾ. TV തുറന്നാലും നമ്മൾ സോഷ്യൽ മീഡിയ തുറന്നാലും അതുപോലെ തന്നെ എന്താണ് റേഡിയോ വെച്ചാലും ഒക്കെ നമുക്ക് എന്ത് കാണാൻ പറ്റും, ഈ പറയുന്ന പരസ്യങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. കൂടുതലായിട്ട് ഈ പറയുന്ന മാധ്യമങ്ങളിൽ ഇതുണ്ട്. ഇത്തരത്തിൽ ധാരാളം മേഖലകളുമായി ബന്ധപ്പെട്ട പരസ്യങ്ങൾ മാധ്യമങ്ങളിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഓക്കെ അല്ലേ. ഈ പരസ്യങ്ങൾ നൽകുന്നതിലൂടെയും തൊഴിലവസരങ്ങൾ അറിയിക്കുന്നതിലൂടെയും എന്താണ് ആ ഒരു ഇത് വർദ്ധിപ്പിക്കാനായിട്ട് അല്ലെ, ആ ഒരു കൺസ്യൂമർ ആ ഒരു ഇത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും,
അവതരിപ്പിക്കാനായിട്ട് സാധിക്കും. ഓക്കെ, ഇനി മാധ്യമങ്ങളിലൂടെ വരുന്ന പരസ്യങ്ങൾ ഇതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ആ ഒരു ഉപഭോഗ സ്വഭാവത്തെ എന്ത് ചെയ്യുന്നു, രൂപീകരിക്കുന്നതിൽ സ്വാധീനം ചെലുത്താറുണ്ട് അല്ലെ. നമ്മൾ ഈ കൂടുതലും എന്ത് ചെയ്യാറുണ്ട്, ഈ പരസ്യങ്ങളൊക്കെ കാണുമ്പോൾ നമ്മളത് വിശ്വസിക്കാറുണ്ട്. നമ്മൾ അതിനനുസരിച്ച് ഇപ്പോൾ ഒരു ബിസ്ക്കറ്റിന്റെ പരസ്യം കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ആ ബിസ്ക്കറ്റ് വാങ്ങിക്കുമല്ലേ. അപ്പോൾ ഇങ്ങനെ ഇതൊക്കെ എന്ത് ചെയ്യാറുണ്ട്, നമ്മൾ കൂടുതൽ മാധ്യമങ്ങളിലൂടെ വരുന്നത് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, കൂടുതൽ സ്വാധീനിക്കാറുണ്ട് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അടുത്തത് മാധ്യമങ്ങളും വാർപ്പ് മാതൃകകളും അല്ലെങ്കിൽ എന്ത് ഇംഗ്ലീഷിൽ പറയുക, സ്റ്റീരിയോ ടൈപ്സ് എന്ന് നമ്മൾ ഇംഗ്ലീഷിൽ പറയും. ഓക്കെ, മീഡിയ ആൻഡ് സ്റ്റീരിയോ ടൈപ്സ് എന്താണെന്നുള്ളത് നമുക്ക് നോക്കി നോക്കാം. ഇനി നോക്കിക്കുക, ഇവിടെ കുറച്ച് ന്യൂസ് അല്ലെ കൊടുത്തിട്ടുണ്ട്. കുറഞ്ഞ വരുമാനമുള്ളവർ വിദ്യാഭ്യാസം ഇല്ലാത്തവരാണ് അല്ലെ, അതൊരു സ്റ്റീരിയോ ടൈപ്പ് ആണ്. ഇനി നോക്കിക്കുക, സ്ത്രീകളുടെ സ്ഥാനം അടുക്കളയിലാണ്, അവർ കുടുംബത്തെ പരിപാലിക്കേണ്ടവർ. ഇങ്ങനെ കുറച്ച് നോംസ് അല്ലെ, ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ പണ്ട് തൊട്ടേ എന്ത് ചെയ്യും, നമ്മുടെ സമൂഹം നമ്മളെ ഇതാക്കി വെച്ചിട്ടുണ്ട്. കുറഞ്ഞ വരുമാനം ഉണ്ടെങ്കിൽ അവരെന്താണ്, വിദ്യാഭ്യാസം ഇല്ലാത്തവരാണ്. നമ്മൾ സൗന്ദര്യം വർദ്ധിപ്പിക്കുന്നതിന് ഫെയർനെസ് ക്രീമുകൾ ഉപയോഗിക്കണം. ഇതൊക്കെ ഇതിനെയൊക്കെയാണ് നമ്മൾ സ്റ്റീരിയോ ടൈപ്സ് എന്ന് പറയുന്നത്. അതായത് സാമാന്യവൽക്കരിച്ച മുൻധാരണകളോട് കൂടിയ പ്രസ്താവനകളെയാണ് നമ്മൾ വാർപ്പ് മാതൃകൾ അല്ലെങ്കിൽ എന്ത് പറയുന്നത്, സ്റ്റീരിയോ ടൈപ്സ് എന്ന് പറയുന്നത്. നേരത്തെ മുൻധാരണകളോട് നമ്മൾ പറയുന്ന കാര്യങ്ങളാണ് സ്റ്റീരിയോ ടൈപ്സ് എന്ന് പറയുന്നത്. വർഗം, അതുപോലെ തന്നെ ലിംഗപദവി, സംസ്കാരം, നിറം മുതലായവയുടെ അടിസ്ഥാനത്തിൽ വ്യക്തികളെ കുറിച്ചുള്ള ലളിതവും സാമാന്യവൽക്കരിച്ചതുമായ വിശ്വാസങ്ങളോ ആശയങ്ങളെയോ നമ്മൾ എന്ത് പറയുന്നു, വാർപ്പ് മാതൃകൾ എന്ന് പറയുന്നു. ഓക്കെ, വാർപ്പ് മാതൃകകൾ എന്ന് നമ്മൾ പറയുന്നു. ഓക്കെ അല്ലെ. സ്റ്റീരിയോ ടൈപ്സ് എന്ന് പറഞ്ഞാൽ പണ്ട് മുതലേ സാമാന്യവൽക്കരിച്ച മുൻധാരണകളോടുകൂടി ഇതിങ്ങനെ ഇങ്ങനെയൊക്കെ ആയിരിക്കും എന്ന് നമ്മൾ പറയത്തില്ലേ, അതിന് എക്സാമ്പിൾസ് ആണ് ഈ കൊടുത്തിരിക്കുന്നത്. ഇങ്ങനെയൊക്കെ ഇത് പറയുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സ്റ്റീരിയോ ടൈപ്സ്. ഇതും സൊസൈറ്റി തന്നെ എന്ത് ചെയ്യുന്നതാണ് അല്ലെ. അപ്പൊ അതിലെ മാധ്യമങ്ങളുടെ പങ്ക് എന്താണെന്നുള്ളതാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, അടുത്ത് നോക്കാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, ഇനി വിവിധ രൂപത്തിലുള്ള മാധ്യമങ്ങൾ ഏതൊക്കെയാണ്, ചലച്ചിത്രമുണ്ട്, അതുപോലെ തന്നെ വാർത്തകളുണ്ട് അല്ലെ, ചലച്ചിത്രം, വാർത്തകൾ, അതുപോലെ തന്നെ സാമൂഹിക മാധ്യമങ്ങൾ അല്ലെ, സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ്, ഇതൊക്കെ നമ്മൾ ഇന്ന് ഒരുപാട് യൂസ് ചെയ്യുന്നതാണ് അല്ലെ, എല്ലാവരും യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഇതൊക്കെ നമ്മുടെ ആ ഒരു സാമൂഹിക മനോഭാവങ്ങളെ എന്ത് ചെയ്യുന്നുണ്ട്, രൂപീകരിക്കുകയും അതുപോലെ തന്നെ പ്രതിഫലിപ്പിക്കുകയും ചെയ്യുന്നു. മാത്രമല്ല മാധ്യമങ്ങൾ എന്ത് ചെയ്യുന്നു, നമ്മുടെ കാഴ്ചപ്പാടിനെ എന്ത് ചെയ്യുവാണ്, സ്വാധീനിക്കാറുണ്ട് അല്ലെ. നമ്മൾ കാണുന്ന നമ്മുടെ കൂടുതൽ നമ്മളിപ്പോൾ ഞാൻ പറയുന്നതാണൊക്കെ ഇപ്പോൾ എല്ലാവർക്കും സ്മാർട്ട് ഫോൺ ഉണ്ട്, നമ്മളെല്ലാവരും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് യൂസ് ചെയ്യാറുണ്ട്. അതെല്ലാം നമ്മൾ അതിലൂടെ കാണുന്ന പല കാര്യങ്ങളും നമ്മുടെ കാഴ്ചപ്പാടുകളെ എന്ത് ചെയ്യാറുണ്ടടാ, സ്വാധീനിക്കാറുണ്ട്. അതാണ് ഈ പറയുന്ന മാധ്യമങ്ങളും നമ്മളത് എങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു എന്നുള്ളതാണ് ഈ പറയുന്നത് അല്ലേ. ഇനി നോക്കിക്കേ, സാമൂഹിക വഴക്കങ്ങൾ ബലപ്പെടുത്തുന്നു, കാഴ്ചപ്പാടിനെ സ്വാധീനിക്കുന്നു. വാർപ്പ് മാതൃകകളെ, ഇതുപോലെ നമ്മൾ നേരത്തെ കണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്, ഇത് അങ്ങനെ ആയിരിക്കും, ഇതിങ്ങനെ ആയിരിക്കും, മുൻധാരണകളോട് കൂടി ഉള്ള ഇതിനെയാണ് നമ്മൾ സ്റ്റീരിയോ ടൈപ്സ് എന്ന് പറയുന്നത്. ഇത് നമ്മളിലേക്ക് എത്തിക്കാനും മാധ്യമങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, മാധ്യമങ്ങൾ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. ഈ പറയുന്ന സ്റ്റീരിയോ ടൈപ്സ് നമ്മളിലേക്ക് എത്തിക്കാനും മാധ്യമങ്ങൾ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. അടുത്ത മാധ്യമവും അതുപോലെ തന്നെ സാമൂഹിക ഇടപെടലുകളും. ഓക്കെ, മാധ്യമവും സാമൂഹിക ഇടപെടലുകളും നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. നമ്മൾക്ക് പ്രധാനമായിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ അല്ലെ, ജലനിരപ്പ്, ഇവിടെ നോക്കിക്കുക, മഴ തുടരുന്നു, ജലനിരപ്പ് ഉയർന്നതിനാൽ കേരളം ജാഗ്രതയിൽ, സാമ്പത്തിക മാന്ദ്യങ്ങൾക്കും പ്രതിസന്ധികൾക്കും ഇടയിൽ ആഗോള ദാരിദ്ര്യ നിരക്ക് ഉയരുന്നു, ചൂരൽമര മുണ്ടക്കൈ ഉരുൾപൊട്ടലിൽ അതിജീവിതർക്ക് കേരള സർക്കാർ പുനരധിവാസവും സാമ്പത്തിക സഹായവും പ്രഖ്യാപിക്കുന്നു. അപ്പം സാമൂഹിക ഇടപെടലുകളും ആര് നടത്താറുണ്ട്, മാധ്യമങ്ങൾ നടത്താറുണ്ട് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. നോക്കിക്കേ, വിവിധ സാമൂഹിക പ്രശ്നങ്ങൾ പൊതുജനങ്ങൾക്കിടയിൽ എത്തിക്കുകയും അവ പരിഹരിക്കുന്നതിനുമുള്ള നടപടികൾ വിവിധ തലക്ക് വേഗത്തിലാക്കാനും മാധ്യമങ്ങൾ ഇടപെടുന്നത് കൊണ്ട് നടക്കാറുണ്ട് അല്ലെ. നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും പല ന്യൂസും ഇതുപോലെ വലിയ പ്രശ്നങ്ങൾ നടക്കുന്ന ഏരിയാസിൽ മാധ്യമങ്ങൾ ഇടപെടുമ്പോൾ പെട്ടെന്ന് കുറച്ചുകൂടെ വേഗത്തിൽ അവർക്ക് ഒരു സൊല്യൂഷൻ കണ്ടെത്തുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും ദുരന്തമൊക്കെ സംഭവിച്ചിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ അവർക്ക് വീട് വെച്ച് കൊടുക്കുന്നില്ല, അല്ലെങ്കിൽ അവരുടെ കാര്യം കഷ്ടത്തിലാണ്. അപ്പോൾ മാധ്യമങ്ങൾ അത് റിപ്പോർട്ട് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ വേഗത്തിൽ ആക്ഷൻസ് അല്ലേ, അവർക്ക് വീട് വെച്ച് കൊടുക്കാനോ അല്ലെങ്കിൽ അവർക്ക് അവരുടെ ജീവിതം മെച്ചപ്പെടുത്താനോ ഒക്കെ ഉള്ള ആക്ഷൻസ് നേരത്തെ എടുക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ മാധ്യമങ്ങൾ ഈ പറയുന്ന സാമൂഹിക ഇടപെടലുകളും ആര് നടത്താറുണ്ട്, മാധ്യമങ്ങൾ നടത്താറുണ്ടെന്നാണ് ഈ ഒരു ഏരിയയിൽ പറയുന്നത്. ഓക്കെ, ഇനി മാധ്യമങ്ങളും സാങ്കേതിക വിദ്യയും അല്ലെ, മാധ്യമങ്ങളും സാങ്കേതിക വിദ്യ എങ്ങനെയാണോ നമുക്ക് നോക്കിയാൽ നമുക്കറിയാം. ഇന്ന് എന്തിന്റെ കാലമാണ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അല്ലെങ്കിൽ AI കാലമാണ് അല്ലെ. നോക്കിക്കേ, നിർമ്മിത ബുദ്ധി അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അല്ലെങ്കിൽ നിർമ്മിത ബുദ്ധി, ബിഗ് ഡാറ്റ, അതുപോലെ തന്നെ അൽഗോരിതങ്ങൾ എന്നിവ പോലുള്ള നവീകരണങ്ങൾ നമ്മുടെ വ്യക്തിഗതവും സാമൂഹികവുമായിട്ടുള്ള വികസനത്തിന് ഒരുപാട് സഹായിക്കുന്നുണ്ട്. AI യൂസ് ചെയ്യാത്ത ഇന്നുണ്ട്, എല്ലാവരും എന്ത് ചെയ്യാറുണ്ട്, നമ്മളെല്ലാവരും എന്ത് ചെയ്യാറുണ്ട്, യൂസ് ചെയ്യാറുണ്ട്. അപ്പൊ നിർമ്മിത ബുദ്ധി എന്ന് പറഞ്ഞാൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്താണെന്ന് നമുക്ക് നോക്കി നോക്കാം. മനുഷ്യരെ പോലെ ചിന്തിക്കാനും അതുപോലെ തന്നെ തീരുമാനമെടുക്കാനും യന്ത്രങ്ങളെ സജ്ജമാക്കുന്നതിനെയാണ് നമ്മുടെ നിർമ്മിത ബുദ്ധി എന്ന് പറയുന്നത്. മനുഷ്യരെ പോലെ എന്താണ് പ്രത്യേകത, മനുഷ്യരെ പോലെ എന്ത് ചെയ്യുന്നു, ചിന്തിക്കാനും അതുപോലെ തീരുമാനമെടുക്കാനും യന്ത്രങ്ങളെ സജ്ജമാക്കുന്നതിനെയാണ് നമ്മൾ നിർമ്മിത ബുദ്ധി എന്ന് പറയുന്നത് അല്ലെ. ChatGPT, Gemini പോലെ അതൊക്കെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ഡിപ്പെൻഡ് ചെയ്യാറുണ്ട് അല്ലെ. അപ്പൊ ഇതൊക്കെ മനുഷ്യരെ പോലെ
എന്താണ് ചിന്തിക്കാനും തീരുമാനങ്ങൾ എടുക്കാനും ഒക്കെ യന്ത്രങ്ങളെ സജ്ജമാക്കുന്നതിനെയാണ് നമ്മൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറയുന്നത്. ഇത് എന്താണ് കമ്പ്യൂട്ടർ സംവിധാനങ്ങൾ വഴിയുള്ള മനുഷ്യബുദ്ധിയുടെ അനുകരണത്തെ എന്ത് ചെയ്യുന്നു, സൂചിപ്പിക്കുന്നു. മനുഷ്യബുദ്ധിയുടെ അനുകരണമാണ്, പക്ഷെ എന്താണ് കമ്പ്യൂട്ടർ വഴിയുള്ള കമ്പ്യൂട്ടർ വഴിയുള്ള മനുഷ്യബുദ്ധിയുടെ എന്താണ് അനുകരണത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഇനി പഠനം, അതുപോലെ തന്നെ തീരുമാനമെടുക്കൽ, പ്രശ്നപരിഹരണം തുടങ്ങിയ ജോലികൾ ചെയ്യാൻ ഇത് നമ്മളെ സഹായിക്കുന്നു. നമ്മൾ പഠിക്കുന്നതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, എയോട് ചോദിക്കാറുണ്ട് അല്ലേ. അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും പ്രയാസങ്ങൾ, നമുക്കൊരു പ്രശ്നപരിഹാരം, ഒരു പ്രോബ്ലം നമുക്ക് സോൾവ് ചെയ്യണം, നമ്മൾ എയോട് ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് നമുക്ക് ഉത്തരം കിട്ടും. അപ്പോൾ അതിനൊക്കെ നമ്മളെ സഹായിക്കുന്നത് ആരാണ്, നിർമ്മിത ബുദ്ധി അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് നമ്മളെ സഹായിക്കുന്നുണ്ട്. അടുത്ത ബിഗ് ഡാറ്റ. ഓക്കെ, ബിഗ് ഡാറ്റ എന്നത് എന്താണ്, വളരെ സങ്കീർണവും പരമ്പരാഗതവുമായിട്ടുള്ള ഡാറ്റ പ്രോസസ്സിംഗ് സോഫ്റ്റ്വെയറിന് കൈകാര്യം ചെയ്യാൻ കഴിയാത്തതുമായ വലിയ ഡാറ്റ സൈറ്റുകളെയാണ് നമ്മൾ ബിഗ് ഡാറ്റ എന്ന പേര് തന്നെയുണ്ട്. ബിഗ് ഡാറ്റ ആണ്. അതെന്താണ്, വളരെ സങ്കീർണമായിട്ട് ഉള്ളതാണ്. അതുപോലെ തന്നെ പരമ്പരാഗതമായിട്ടുള്ള ഡാറ്റ പ്രോസസ്സിംഗ് സോഫ്റ്റ്വെയറിന് കൈകാര്യം ചെയ്യാൻ പറ്റാത്തതായിട്ടുള്ള വലിയ ഡാറ്റ സൈറ്റുകളെയാണ് നമ്മൾ ബിഗ് ഡാറ്റ എന്ന് പറയുന്നത്. അടുത്ത എന്താണ്, അൽഗോരിതം. അൽഗോരിതം എന്താണ് നമുക്ക് നോക്കി വെക്കാം. അൽഗോരിതങ്ങൾ എന്നത് ഒരു പ്രശ്നം പരിഹരിക്കുന്നതിനുള്ള ആ ഒരു ഘട്ടം ഘട്ടമായിട്ടുള്ള നടപടിക്രമങ്ങളെ അല്ലെങ്കിൽ ഫോർമുലകളോ ആണ് നമ്മൾ അൽഗോരിതം എന്ന് പറയുന്നത് അല്ലെ. നിർമ്മിത ബുദ്ധി, അതുപോലെ തന്നെ ബിഗ് ഡാറ്റ എന്നിവയുടെ പശ്ചാത്തലത്തിൽ അല്ലെങ്കിൽ ഡാറ്റ വിശകലനം ചെയ്യുന്നതിനും പാറ്റേണുകൾ തിരിച്ചറിയുന്നതിനും പ്രവചനങ്ങൾ നടത്തുന്നതിനും ഒക്കെ എന്ത് ചെയ്യും, ഈ ഒരു അൽഗോരിതങ്ങൾ നമ്മൾ സഹായിക്കാറുണ്ട്. നമ്മൾ ഇൻസ്റ്റാഗ്രാം അൽഗോരിതം, യൂട്യൂബ് അൽഗോരിതം എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ടായിരിക്കും അല്ലെ. ഉദാഹരണത്തിന് സെർച്ച് എഞ്ചിനുകൾ, മെഷീൻ ലേണിംഗ് മോഡലുകൾ എന്നിവയെല്ലാം പ്രവർത്തനത്തിന് അൽഗോരിതങ്ങളെ ആശ്രയിക്കുന്നു അല്ലെ. അൽഗോരിതം അനുസരിച്ചാണ് ഇൻസ്റ്റാഗ്രാം, യൂട്യൂബ് പോലുള്ളതൊക്കെ എന്ത് ചെയ്യുന്നത്, പ്രവർത്തിക്കുന്നത്. ഓക്കെ അല്ലേടാ, ക്ലിയർ അല്ലേ? അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ നിങ്ങൾ നോട്ട് ചെയ്യുക. അൽഗോരിതം, അതുപോലെ തന്നെ ബിഗ് ഡാറ്റ, പിന്നെ നിർമ്മിത ബുദ്ധി അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ഇത്രയും കാര്യങ്ങൾ നോട്ട് ചെയ്യുക. പിന്നെ നമ്മൾ പഠിച്ച IT ആക്ടിൻ്റെ കാര്യം നോട്ട് ചെയ്യുക. അതുപോലെ തന്നെ ബ്രോഡ്കാസ്റ്റിംഗ് മീഡിയ, പ്രിന്റ് മീഡിയ, പിന്നെ നമ്മൾ എന്താണ് പഠിച്ചത്, ഡിജിറ്റൽ മീഡിയയെ കുറിച്ച് പഠിച്ചു. ഇനി അത് ഓരോ ഏരിയാസിലും അല്ലെ ഒരു സാമൂഹികവൽക്കരണം അല്ലെ, സോഷ്യൽ ഇൻട്രാക്ഷൻ കൂട്ടുന്നു, സോഷ്യലൈസേഷൻ കൂട്ടുന്നു, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ ജസ്റ്റ് നിങ്ങളൊന്ന് വായിച്ചു വിട്ടാൽ തന്നെ ഈ ഒരു ചാപ്റ്ററിൽ നിന്നുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാവും. ഒരുപാട് അങ്ങനെ നമുക്ക് PSCക്ക് വരത്തക്ക രീതിയിലുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ ചാപ്റ്ററിനകത്ത് ഇല്ല. എന്നാലും കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുക, അത് നിങ്ങൾ നോട്ട് ചെയ്ത് പഠിച്ചാൽ മാത്രം മതിയാവും. ഓക്കെ, ഇനി ഡിജിറ്റൽ മര്യാദകൾ, അടുത്തൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് ഡിജിറ്റൽ മര്യാദകൾ. ഡിജിറ്റൽ എറ്റിക്വേറ്റ് എന്ന് നമ്മൾ ഇംഗ്ലീഷിൽ പറയും. നോക്കിയിടാം, ഇവിടെ കുറച്ച് വാർത്തകൾ കൊടുത്തിട്ടുണ്ട്. ഓൺലൈനിലൂടെ വ്യാജ വാർത്ത പ്രചരിപ്പിച്ച 50 പേരെ സൈബർ സെൽ അറസ്റ്റ് ചെയ്തു. അതുപോലെ തന്നെ വിമാനത്തിൽ വ്യാജ ബോംബ് ഭീഷണി, തെറ്റായ വാർത്തകൾ നൽകി വ്യക്തിഹത്യ നടത്തുന്നതിന് നിയമ നടപടികൾ സ്വീകരിക്കും. ഇതൊക്കെ എന്താണ്, ഈ ഒരു ഡിജിറ്റൽ ഇതുമായിട്ട് വരുന്ന കുറച്ച് വാർത്തകളാണ്. തെറ്റായ വാർത്തകൾ പ്രചരിപ്പിക്കുന്നത്, അല്ലെങ്കിൽ വ്യക്തിഹത്യ, ഓൺലൈൻ വഴി നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കില്ല, ഓൺലൈൻ വഴി തട്ടിപ്പ് നടത്തുന്നത്, ഓൺലൈൻ വഴി വ്യക്തിഹത്യ നടത്തുന്നത് അല്ലെ, അബ്യൂസീവ് ആയിട്ടുള്ള കമന്റ്സ് ഇടുന്നത്, അല്ലെങ്കിൽ ചതിക്കുന്നത് അല്ലെ, ഹാക്കിംഗ്, ഇങ്ങനെ പലതരത്തിലുള്ള തെറ്റുകൾ ചെയ്യുന്നത് അത് എന്ത് വഴിയാണ്, ഓൺലൈൻ വഴി ചെയ്യുന്നത് നിങ്ങൾ ന്യൂസ് ആയിട്ടൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പം നമ്മളൊരു ഇന്റർനെറ്റ് അല്ലെങ്കിൽ നമ്മളൊരു ഡിജിറ്റൽ മാധ്യമം യൂസ് ചെയ്യുമ്പോൾ നമ്മൾ പാലിക്കേണ്ട ചില മര്യാദകളുണ്ട്. അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡിജിറ്റൽ എറ്റിക്വേറ്റ് എന്ന് പറയുന്നത്. നോക്കിയാൽ ഡിജിറ്റൽ എറ്റിക്വേറ്റ് അല്ലെ, ഡിജിറ്റൽ ഇടങ്ങളിൽ ഇടപഴകുമ്പോൾ വ്യക്തികൾ പിന്തുടരണമെന്ന് പ്രതീക്ഷിക്കുന്ന ശരിയായതും മാന്യവുമായ പെരുമാറ്റങ്ങളാണ് ഡിജിറ്റൽ മര്യാദകൾ. നമ്മളൊരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോം നമ്മൾ യൂസ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ അത് നമ്മൾ ഇടപഴകുമ്പോഴോ നമ്മൾ പിന്തുടരണമെന്ന് പ്രതീക്ഷിക്കുന്ന, നമ്മളിങ്ങനെയൊക്കെ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള നമ്മൾ ആദ്യം കണ്ട വാർത്തയിൽ കണ്ടതുപോലുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ പാടില്ല. അപ്പം നമ്മൾ പിന്തുടരേണ്ട ശരിയായതും അതുപോലെ തന്നെ മാന്യവുമായിട്ടുള്ള പെരുമാറ്റങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡിജിറ്റൽ എറ്റിക്വേറ്റ്. ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് നമ്മളത് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ പാലിക്കേണ്ട ചില മര്യാദകളുണ്ട്, അല്ലെങ്കിൽ നമ്മൾ ചെയ്യേണ്ട ചില പെരുമാറ്റ സ്വഭാവങ്ങളുണ്ട്. അതിനെയാണ് നമ്മൾ ഡിജിറ്റൽ എറ്റിക്വേറ്റ് എന്ന് പറയുന്നത്. നോക്കിക്കേ, ഡിജിറ്റൽ മാധ്യമങ്ങളിൽ വരുന്ന സത്യമല്ലാത്ത ചില വിവരങ്ങളെക്കുറിച്ചുള്ള വാർത്തകളാണ് നമ്മൾ അതിൽ കണ്ടതല്ലേ. അപ്പോൾ ഡിജിറ്റൽ മാധ്യമങ്ങളുടെ മര്യാദരഹിതമായ ഉപയോഗം തട്ടിപ്പുകൾക്കും അതുപോലെ തന്നെ അഭിമാന ക്ഷതങ്ങൾക്കും കുറ്റകൃത്യങ്ങൾക്കും അപകടങ്ങൾക്കും സാഹചര്യം സൃഷ്ടിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെയാണ് എന്ത് വരുന്നത്, ഈ ഡിജിറ്റൽ എറ്റിക്വേറ്റുകളുടെ പ്രാധാന്യം വരുന്നത്. നമ്മൾ ഓരോരുത്തരും ഈ പറയുന്ന ഡിജിറ്റൽ പ്ലാറ്റ്ഫോംസ് യൂസ് ചെയ്യുന്നു എന്നുള്ള നിലയ്ക്ക് എന്ത് ഫോളോ ചെയ്യണം, ഡിജിറ്റൽ എറ്റിക്വേറ്റ് ഫോളോ ചെയ്യണം. ഇവിടെ നിങ്ങൾ നോട്ട് ചെയ്യേണ്ടത് ഈ ഒരു കാര്യം മാത്രമാണ്. ഡിജിറ്റൽ എറ്റിക്വേറ്റ് എന്താണെന്നുള്ളത്, നമ്മൾ ആ ഒരു ഡിജിറ്റൽ ഇതിൽ ഇടപഴകുമ്പോൾ നമ്മൾ പാലിക്കേണ്ടതും അല്ലെങ്കിൽ ശരിയായതും മാന്യവുമായിട്ടുള്ള പെരുമാറ്റങ്ങളെയാണ് നമ്മൾ ഡിജിറ്റൽ എറ്റിക്വേറ്റ് എന്ന് പറയുന്നത് എന്നുള്ളത് നിങ്ങൾ നോട്ട് ചെയ്യുക. മറ്റുള്ളവരുടെ സ്വകാര്യത മാനിക്കുക, നിന്ദ്യമായ ഭാഷ എന്ത് ചെയ്യുക, ഒഴിവാക്കുക, മോശമായിട്ടുള്ള ഭാഷയൊന്നും യൂസ് ചെയ്യാൻ പാടില്ല, മറ്റുള്ളവരുടെ സ്വകാര്യത, അവരുടെ ഫോട്ടോസ് എടുക്കുക, അങ്ങനെയൊന്നും നമ്മൾ ചെയ്യാൻ പാടില്ല. മറ്റുള്ളവരുടെ സ്വകാര്യത നമ്മൾ എന്ത് ചെയ്യണം, മാനിക്കണം. അത് മാത്രമല്ല ഡിജിറ്റൽ ഇടങ്ങളിലെ സന്ദേശങ്ങളെക്കുറിച്ച് എന്ത് ചെയ്യുക, ജാഗ്രത പുലർത്തുക. പിന്നെ പോസ്റ്റുകൾ
പങ്കുവയ്ക്കുന്നതിൽ ശ്രദ്ധ പുലർത്തുക. മറ്റുള്ളവർക്ക് ദോഷമാവുന്ന തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് ഡിജിറ്റൽ എറ്റിക്വേറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി ഡിജിറ്റൽ മര്യാദകൾ ഗുണനാത്മകവും ഫലപ്രദവുമായ ഓൺലൈൻ പാരസ്പര്യത്തെ പ്രോത്സാഹിപ്പിക്കുന്നു. നമ്മൾ ആ ഒരു ഡിജിറ്റൽ മര്യാദകൾ പാലിച്ചാൽ തന്നെയും എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ സോഷ്യൽ ഇൻട്രാക്ഷൻ എന്ത് ചെയ്യും, നല്ല രീതിയിൽ നടക്കും അല്ലെ. മാന്യമായിട്ടുള്ള ആശയവിനിമയം സാധ്യമാകുന്നുണ്ട്. ആശയവിനിമയത്തിൽ വ്യക്തതയും അതുപോലെ ധാരണയും ലഭ്യമാകുന്നു. ഗുണനാത്മകമായ ഓൺലൈൻ കമ്മ്യൂണിറ്റികൾ എന്ത് ചെയ്യുന്നുണ്ട്, രൂപപ്പെടും. പിന്നെ സൈബർ കുറ്റകൃത്യങ്ങൾ കുറയും അല്ലേ. നമ്മൾ ആ ഒരു എറ്റിക്വേറ്റ് ഫോളോ ചെയ്യുമ്പോൾ തന്നെ സൈബർ കുറ്റകൃത്യങ്ങൾ ഒരു പരിധിവരെ കുറയ്ക്കാനായിട്ട് സാധിക്കും. സുരക്ഷിതമായിട്ടുള്ള ഡിജിറ്റൽ ഇടങ്ങളിലേക്ക് സമൂഹത്തെ നയിക്കാൻ അല്ലെങ്കിൽ ഡിജിറ്റൽ സാക്ഷരത എന്ത് ചെയ്യുന്നു, പിന്തുണയ്ക്കുന്നു. ഇത്തരം കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യാം, മനസ്സിലാക്കിയിരുന്നാൽ മാത്രം മതിയാവും. ഇനി മാധ്യമ സാക്ഷരതയും ഡിജിറ്റൽ സാക്ഷരതയും എന്താണ് മീഡിയ ലിറ്ററസി അതുപോലെ തന്നെ ഡിജിറ്റൽ ലിറ്ററസി. മീഡിയ ലിറ്ററസിയും അതുപോലെ തന്നെ ഡിജിറ്റൽ ലിറ്ററസിയും എന്താണെന്നുള്ളതാണ് അടുത്ത് പറയുന്നത്. വിവിധ മാധ്യമ രൂപങ്ങളിലൂടെ ലഭിക്കുന്ന സന്ദേശങ്ങളെ പ്രാപ്യമാക്കാനും വിശകലനം ചെയ്യാനും വിലയിരുത്താനും സൃഷ്ടിക്കാനും ആശയവിനിമയം നടത്താനുമുള്ള കഴിവിനെയാണ് നമ്മൾ മാധ്യമ സാക്ഷരത നേടിയെന്ന് നമുക്ക് എപ്പോഴാണ് പറയാൻ പറ്റുന്നത്? നമുക്ക് മാധ്യമങ്ങളിലൂടെ ലഭിക്കുന്ന സന്ദേശങ്ങളെ നമുക്ക് മനസ്സിലാക്കാനും നമുക്കത് വിശകലനം ചെയ്യാനും നമുക്കതിനെ വിലയിരുത്താനും അതുപോലെ നമുക്ക് പുതുതായിട്ട് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ എന്തെയാണ് സൃഷ്ടിക്കാനും ആശയവിനിമയം നടത്താനും ഒക്കെ ഉള്ള കഴിവ് ലഭിക്കുമ്പോൾ നമുക്ക് എന്ത് പറയാം, മാധ്യമ സാക്ഷരത എന്ന് നമുക്കതിനെ പറയാം. ഓക്കെ, മാധ്യമ ഉള്ളടക്കം എങ്ങനെ നിർമ്മിക്കുന്നുവെന്നും അത് നമ്മുടെ ധാരണകളെ എങ്ങനെ രൂപപ്പെടുത്തുന്നുവെന്നും സന്ദേശങ്ങളെ വിമർശനാത്മകമായിട്ട് എങ്ങനെ വ്യാഖ്യാനിക്കണമെന്നും ഒക്കെ എന്ത് ചെയ്യുന്നു, ഇതിൽ പെടും. ഇത്രയും കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കി കഴിയുമ്പോൾ നമുക്ക് മാധ്യമ സാക്ഷരതയുണ്ട് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഇനി എന്താണ് ഡിജിറ്റൽ സാക്ഷരത? ഓക്കെ, എന്താണ് ഡിജിറ്റൽ സാക്ഷരത? ഡിജിറ്റൽ ഇടങ്ങളിൽ വിവരങ്ങൾ കണ്ടെത്തുന്നതിനും അതുപോലെ തന്നെ വിലയിരുത്തുന്നതിനും വിനിമയം ചെയ്യുന്നതിനും ഡിജിറ്റൽ ഉപകരണങ്ങളും അതുപോലെ തന്നെ സാങ്കേതിക വിദ്യകളും ഫലപ്രദമായി ഉപയോഗിക്കുന്നതിൻ്റെ കഴിവിനെയാണ് നമ്മൾ ഡിജിറ്റൽ സാക്ഷരത എന്ന് പറയുന്നത്. എന്തൊക്കെയാണ് നമ്മൾ വിവരങ്ങൾ കണ്ടെത്തുന്നത് അല്ലെങ്കിൽ വിലയിരുത്തുന്നത് അല്ലെങ്കിൽ വിനിമയം ചെയ്യുന്നത്? എന്തൊക്കെയാണ് വിവരങ്ങൾ കണ്ടെത്തുന്നതിൽ അതുപോലെ തന്നെ വിലയിരുത്തുന്നതിൽ വിനിമയം ചെയ്യുന്നതിനും ഡിജിറ്റൽ ഉപകരണങ്ങൾ ഏതൊക്കെയാണെന്ന് നിങ്ങൾക്ക് അറിയാലോ, ലാപ്ടോപ്പ്, ഫോൺ, കമ്പ്യൂട്ടർ, ഇങ്ങനെയുള്ള ഡിജിറ്റൽ ഉപകരണങ്ങളും സാങ്കേതിക വിദ്യകളും ഫലപ്രദമായി ഉപയോഗിക്കുന്നതിനുള്ള കഴിവിനെ നമ്മൾ എന്ത് പറയുന്നു, ഡിജിറ്റൽ സാക്ഷരത എന്ന് പറയുന്നു. അടിസ്ഥാനമായിട്ടുള്ള കമ്പ്യൂട്ടർ പരിജ്ഞാനം അല്ലെ, കമ്പ്യൂട്ടർ അറിയാവുന്ന ആൾക്കാർ, അതുപോലെ ഇന്റർനെറ്റ് എങ്ങനെ ഉപയോഗിക്കണം എന്നത് സാധാരണയായി നമുക്ക് അറിയേണ്ട കാര്യങ്ങളാണ് അല്ലേ. അത് ഇന്റർനെറ്റ് എങ്ങനെ യൂസ് ചെയ്യുന്നു, കമ്പ്യൂട്ടർ കുറച്ചെങ്കിലും യൂസ് ചെയ്യാൻ അറിയാമോ അല്ലേ. പിന്നെ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളുടെ ഗതി നിയന്ത്രണം അല്ലെ, നാവിഗേറ്റ് ചെയ്യാൻ പറ്റുന്നത്, ഓൺലൈൻ ഉള്ളടക്കം വിമർശനാത്മകമായി വിലയിരുത്താൻ സാധിക്കുന്നത്, ഇങ്ങനെ സൈബർ അവബോധം തുടങ്ങിയ നൈപുണികൾ ഈ ഒരു എന്തിൽ ഉൾപ്പെടുന്നു, ഡിജിറ്റൽ സാക്ഷരതയിൽ ഉൾപ്പെടുന്നു. ഓക്കെ, അപ്പോൾ ഡിജിറ്റൽ സാക്ഷരത എന്താണ്? മീഡിയ അല്ലേ, നമ്മുടെ ഒരു മീഡിയ ലിറ്ററസി എന്നതിനെ പറ്റിയിട്ടാണ്, ഡിജിറ്റൽ ലിറ്ററസി അല്ലെങ്കിൽ മീഡിയ ലിറ്ററസിയെ പറ്റിയിട്ടാണ് ഈ ഒരു ഏരിയയിൽ പറഞ്ഞത്. ഇനി നോക്കിക്കേടാ, നമ്മുടെ ആശയവിനിമയത്തിലും വിവരലഭ്യതയിലും ലോകത്തെ മനസ്സിലാക്കുന്ന രീതിയിലുമെല്ലാം മാധ്യമങ്ങളുടെ സ്വാധീനം, നമ്മൾ പലതരത്തിലുള്ള മാധ്യമങ്ങൾ എവിടെയൊക്കെ നമ്മളെ എന്ത് ചെയ്യുന്നു, സ്വാധീനിക്കുന്നു എന്നുള്ളത് നമ്മൾ നേരത്തെ ഒരുപാട് ഇതായിട്ട് പഠിച്ചിട്ടാണ് ഇങ്ങോട്ട് വന്നത്. വ്യക്തികൾക്കും സമൂഹത്തിനും ഇടയിലുള്ള പാരസ്പര്യത്തിൻ്റെ നിർണായക ഘടകങ്ങളാണ് അത് നമ്മൾ പഠിച്ചു. സോഷ്യൽ ഇൻട്രാക്ഷൻ, സോഷ്യലൈസേഷൻ ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, മാധ്യമങ്ങൾ കൂട്ടുന്നുണ്ട് എന്നുള്ളത് നമ്മൾ പഠിച്ചു. പിന്നെ പെരുമാറ്റ രൂപീകരണം, നമ്മുടെ ബിഹേവിയേഴ്സ് അല്ലേ, നമ്മുടെ പെരുമാറ്റങ്ങൾ, നമുക്ക് ഈ പറഞ്ഞ സ്റ്റീരിയോ ടൈപ്സ് നമുക്ക് എന്തിലൂടെ കിട്ടുന്നു, മാധ്യമങ്ങളിലൂടെ ലഭിക്കുന്നു എന്നൊക്കെ നമ്മൾ പഠിച്ചു. പിന്നെ സാമൂഹിക വഴക്കങ്ങൾ രൂപപ്പെടുത്തൽ എന്നിവയിൽ മാധ്യമങ്ങളുടെ സ്വാധീനം കാണാൻ നമുക്ക് സാധിക്കും എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. പിന്നെ സാങ്കേതിക വിദ്യയുടെ പുരോഗതിക്കനുസരിച്ച് പ്രത്യേകിച്ച് AI അല്ലെ, നിർമ്മിത ബുദ്ധിയുടെ വരവോട് കൂടിയിട്ട് മാധ്യമങ്ങളുടെ വളർച്ചയിൽ പുരോഗതികൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത് സമൂഹത്തിന് എങ്ങനെ, നമ്മളിലൊക്കെ എങ്ങനെ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പഠിച്ചത്. ഓക്കെ അല്ലേ, ക്ലിയർ അല്ലേ? അപ്പോൾ ഈ ഒരു ഏരിയയിൽ നിന്നും നിങ്ങൾ വലിയ ഇമ്പോർട്ടൻസ് ഉള്ളൊരു ചാപ്റ്റർ അല്ല, PSC ബേസ് വെച്ച് നോക്കുമ്പോൾ വലിയ ഇതായിട്ട് വരുന്നൊരു ചാപ്റ്റർ അല്ല. എന്നാലും ചില ഏരിയസ് ഞാൻ പറഞ്ഞത് കണക്ക് IT ആക്ടിനെ പറ്റിയിട്ടും സോഷ്യൽ എറ്റിക്വേറ്റിനെ പറ്റിയിട്ടും ഈ പറയുന്ന കുറച്ച് കാര്യങ്ങൾ, എന്താണ് അച്ചടി മാധ്യമങ്ങൾ, എന്താണ് ബ്രോഡ്കാസ്റ്റ് മീഡിയ, എന്താണ് ഡിജിറ്റൽ മീഡിയ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ജസ്റ്റ് നിങ്ങൾ എന്ത് അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ട് ഈ ചാപ്റ്റർ നിങ്ങളെ സഹായിക്കും. ഓക്കെ, നമുക്ക് കുറച്ച് മോഡൽ ക്വസ്റ്റ്യൻസ് ജസ്റ്റ് ഒന്ന് നോക്കി നോക്കാം. താഴെ പറയുന്നവയിൽ അച്ചടി മാധ്യമങ്ങളെക്കുറിച്ചുള്ള ശരിയായ പ്രസ്താവന ഏതാണ്? ഓക്കെ, താഴെ പറയുന്നവയിൽ അച്ചടി മാധ്യമങ്ങളാണ്. ഓക്കെ, എന്താണ് അച്ചടി മാധ്യമങ്ങൾ? ശരിയായ പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. നോക്കാം. വായനക്കാർക്ക് വിവരങ്ങൾ ശേഖരിച്ച് വെക്കാൻ സാധിക്കുന്നു. ശരിയാണല്ലേ, പത്രം, മാസികയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഇൻഫർമേഷൻസ് ശേഖരിച്ച് വെക്കാനായിട്ട് സാധിക്കും. ശരിയാണ്. അച്ചടി മാധ്യമങ്ങളിലൂടെ ഇരുദിശയിലുള്ള ആശയവിനിമയം സാധ്യമാണോ? ഇരുദിശയിൽ നടക്കുന്നുണ്ടോ? ഇല്ല, വൺ വേ ആണല്ലേ. ഒരു വശത്തേക്ക് മാത്രം, അച്ചടി മാധ്യമങ്ങളായിരുന്നാലും ബ്രോഡ്കാസ്റ്റ് മീഡിയ ആയിരുന്നാലും ഒരു വശത്തേക്കാണ് എന്ത് നടക്കുന്നത്, ആ ഒരു ആശയവിനിമയം നടക്കുന്നത്. ഇനി മാധ്യമങ്ങൾ
പത്രങ്ങൾ, മാഗസീനുകൾ എന്നിവ അച്ചടി മാധ്യമങ്ങൾക്ക് ഉദാഹരണമാണ്. അത് ശരിയാണ്. അപ്പോൾ എന്താണ് 1ഉം 3ഉമാണ് ശരിയായിട്ട് വരുന്നത്. ഓപ്ഷൻ ബി ആണ് അവിടെ ഉത്തരമായിട്ട് വരുന്നത്. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. നവമാധ്യമങ്ങളെ സംബന്ധിച്ച് പ്രസ്താവനകളിൽ തെറ്റായത് ഏത്? എന്താണ് നവമാധ്യമങ്ങളാണ്, എന്താണ് പ്രസ്താവനകളിൽ തെറ്റായത് ഏതെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. നോക്കാം. നവമാധ്യമങ്ങൾ ഉയർന്ന തോതിലുള്ള പാരസ്പര്യം, ഇൻട്രാക്ഷൻ ഉറപ്പാക്കുന്നു. ശരിയല്ലേ? പാരസ്പര്യം ഉറപ്പാക്കുന്നുണ്ട്. ഇൻട്രാക്ഷൻ, സോഷ്യൽ ഇൻട്രാക്ഷൻ കൂടുതൽ നടക്കുന്നത് നവമാധ്യമങ്ങളിലാണ്. ഇനി ഇവയ്ക്ക് സ്ഥലകാല പരിമിതിയുണ്ട്, ഉണ്ടോ? പിന്നെ ഡിജിറ്റൽ രൂപത്തിൽ ഇവ ലഭ്യമാകുന്നുണ്ട്. ഇവയ്ക്ക് സ്ഥലകാല പരിമിതിയുണ്ട്, അങ്ങനെ ഇല്ല അല്ലേ? അപ്പോൾ ഇത് തെറ്റാണ്. പിന്നെ ഡിജിറ്റൽ രൂപത്തിലാണ് ഇവ ലഭ്യമാകുന്നത്, അതും ശരിയാണ്. അപ്പോൾ ഏതാണ് ഓപ്ഷൻ, ഏതാണ് ശരിയായിട്ട് വരുന്നത്? ഓപ്ഷൻ 1, 3, ഓപ്ഷൻ ഡി ആണ് അവിടെ ഉത്തരമായിട്ട് വരുന്നത്. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. പ്രക്ഷേപണ മാധ്യമങ്ങളെക്കുറിച്ച്, ബ്രോഡ്കാസ്റ്റ് മീഡിയ, താഴെ പറയുന്നവയിൽ ശരിയായത് ഏതാണ്? പ്രക്ഷേപണ മാധ്യമങ്ങളാണ്. ഒരേ സമയം ലക്ഷക്കണക്കിന് ആളുകളിലേക്ക് വിവരങ്ങൾ എത്തിക്കാൻ കഴിയുന്നു അല്ലെ. ഇനി റേഡിയോ, ടെലിവിഷൻ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. ഇതിൽ ആശയവിനിമയം പ്രധാനമായും എന്താണ്? ഏകദിശയിലാണ്, വൺ വേ ആണ് നടക്കുന്നത്. നോക്കിയാൽ ഒരേ സമയം ലക്ഷക്കണക്കിന് ആളുകളിലേക്ക് വിവരങ്ങൾ എത്തിക്കാൻ സാധിക്കുന്നു. ശരിയല്ലേ? ബ്രോഡ്കാസ്റ്റ് മീഡിയയിലൂടെ ഒരേ സമയം ഒരുപാട് ആളുകളിലേക്ക് എത്തിക്കാൻ സാധിക്കുന്നില്ല ഇൻഫർമേഷൻ. ശരിയാണ്. റേഡിയോ, ടെലിവിഷൻ ഒക്കെ എന്താണ്? ബ്രോഡ്കാസ്റ്റിംഗ് മീഡിയ ആണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിലെന്താണ്? ആശയവിനിമയം പ്രധാനമായും ഏകദേശം, വൺ വേ ആണ് ബ്രോഡ്കാസ്റ്റിംഗ് മീഡിയയിലും നടക്കുന്നത്. അപ്പോൾ എന്താണ്? 3ഉം ശരിയാണ്. ഏതാണ് ഉത്തരമായിട്ട് വരുന്നത്? ഓപ്ഷൻ ബി ആണ് ഉത്തരമായിട്ട് വരുന്നത്. അടുത്ത ചോദ്യത്തിലേക്ക് പോകും. താഴെ പറയുന്നവയിൽ ഏതാണ് അച്ചടി മാധ്യമം? ടെലിവിഷൻ ആണോ, ഇന്റർനെറ്റ് ആണോ, റേഡിയോ ആണോ, പത്രമാണോ? നമുക്ക് ഓപ്ഷൻ കാണുമ്പോൾ തന്നെ അറിയാം. ഓപ്ഷൻ ഡി പത്രമാണ് ഉത്തരമായിട്ട് വരുന്നത്. റേഡിയോയും ടെലിവിഷനും ഒക്കെ എന്താണ്? ബ്രോഡ്കാസ്റ്റിംഗ് മീഡിയ ആണ്. ഇന്റർനെറ്റ് വരുമ്പോൾ അതെന്താണ്? ഡിജിറ്റൽ മീഡിയയിലേക്കും വരുന്നത്. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഏറ്റവും കൂടുതൽ ആളുകളിലേക്ക് ഒരേ സമയം വിവരങ്ങൾ എത്തിക്കുന്ന മാധ്യമങ്ങൾ എന്ത് പേരിൽ അറിയപ്പെടുന്നു? ഏറ്റവും കൂടുതൽ ആളുകളിലേക്ക് ഒരേ സമയം ഇൻഫർമേഷൻ എത്തിക്കുന്ന ഇതിനെ നമ്മൾ ആദ്യം നമ്മൾ പഠിച്ചില്ല, തുടക്കത്തിൽ നമ്മൾ പഠിച്ചതാണ് ബഹുജന മാധ്യമങ്ങൾ അല്ലെങ്കിൽ മാസ് മീഡിയ അല്ലെ. ഓപ്ഷൻ ബി ബഹുജന മാധ്യമങ്ങൾ അല്ലെങ്കിൽ മാസ് മീഡിയ എന്ന് പറയും. ഇന്ത്യയിൽ വിവര സാങ്കേതിക നിയമം അല്ലെങ്കിൽ IT ആക്ട് നിലവിൽ വന്ന വർഷം എന്താണ്? 2000 അല്ലെ. പാർലമെന്റ് പാസ്സാക്കി 2000 അല്ലെ. IT ആക്ട് നിലവിൽ വരുന്നത് 2000-ലാണ്. ഓക്കെ, ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എന്തായിരുന്നു? ആ മാധ്യമങ്ങളെ പറ്റിയിട്ട് 3 തരം മാധ്യമങ്ങൾ, അത് എങ്ങനെയൊക്കെ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു, പൊതുജനങ്ങളെ എങ്ങനെയൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു, എന്തൊക്കെ മാറ്റങ്ങളാണ് മാധ്യമങ്ങളിൽ വന്നത്, IT ആക്ടിനെ പറ്റിയിട്ടും സോഷ്യൽ എറ്റിക്വിറ്റിനെ പറ്റിയിട്ടും, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിലുള്ളത്. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം നോട്ട് ചെയ്ത് എന്ത് ചെയ്യുക? പഠിക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വീണ്ടും മറ്റൊരു SCERT സീരീസുമായിട്ട് കാണുന്നവരെ എല്ലാവർക്കും നന്ദി. താങ്ക് യു.